എനിക്ക് തോന്നുന്നു എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്തൊക്കെയോ സാദൃശ്യങ്ങളുണ്ട്. എന്താ ഗസ് ചെയ്യാമോ? അമ്മയാണ് അല്ലേ? ഞാൻ 33 വർഷം ഒരു ബാങ്കിലായിരുന്നു ജോലി ചെയ്തതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടുത്തെ കസ്റ്റമേഴ്സ് വരുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാം ആദ്യമൊക്കെ ഞങ്ങളിവിടെ വരുമ്പോൾ മാം ഒരു ക്രിസ്ത്യൻ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. തോന്നും അങ്ങനെ അല്ലേ? അതാണ് രസം. അതല്ല, നമ്മുടെ ഒരു ബ്രാഞ്ചിൽ ഞാൻ മാനേജരായിട്ട് പോയി ഇടയ്ക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പരിസരത്തുള്ള ഒരു ക്ഷേത്രത്തിലെ ഭാരവാഹികൾ അവരുടെ കമ്മിറ്റി മെമ്പർമാർ തിരഞ്ഞെടുത്ത ഒരു റെസൊല്യൂഷനുമായിട്ട് വന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് കറക്ഷൻ ഉണ്ടായിരുന്നു, ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടു. ഇവർ പോയിട്ട് അവരുടെ അടുത്ത കമ്മിറ്റി കൂടിയപ്പോൾ പറഞ്ഞു, അതെ നമ്മുടെ ബ്രാഞ്ചിലിപ്പോൾ ഒരമ്മാമ്മയാണ് വന്നിരിക്കുന്നത്, അവർക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതൊരു വലിയ പരാതിയായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്താ ഇങ്ങനെ ഒരു റിസംബ്ലൻസ് തോന്നുന്നേ? ചിലപ്പോൾ എനിക്ക് ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് കുഞ്ഞു പൊട്ട്, കുഞ്ഞു കമ്മൽ അല്ലേ, വൃത്തിയായിട്ട് സാരിയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് ഞൊറിഞ്ഞുകൊടുത്ത് പുറകിലൊരു അമ്മക്കെട്ട് അല്ലേ. മിക്കവാറും ആൾക്കാർക്ക് ഇങ്ങനെ പുറകിലൊരു അമ്മക്കെട്ടൊക്കെ ഉണ്ടല്ലോ. നമുക്കൊരു ക്രിസ്ത്യൻ ഒരു മാഡത്തിനെ കാണുമ്പോൾ ഉള്ള ഒരു ഓവറോൾ ലുക്ക് അല്ലേ, അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിനേക്കാളൊക്കെ നിങ്ങളെപ്പറ്റി തോന്നിയിട്ടുള്ള കാര്യം, യു ആർ സോ ഡിസിപ്ലിൻഡ്. സോ ഡിസിപ്ലിൻഡ്. അതായത് അലമ്പൊന്നുമില്ല. അതായത് അവരവരുടെ കാര്യം നോക്കി ഒതുങ്ങിക്കഴിയും. ഒന്നുമല്ല, എനിക്ക് തോന്നിയ കാര്യമാണ്. ഫ്രം മൈ ഹാർട്ട് ഈ പറയുന്ന കാര്യങ്ങൾ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കായംകുളത്ത് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, മറ്റു കമ്മ്യൂണിറ്റിയെ അപേക്ഷിച്ച് നമ്മുടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഡിവോഴ്സ് റേറ്റ് കുറവാണെന്ന് തോന്നുന്നല്ലേ? Am I correct? ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. എൻ്റെ കൺസെപ്റ്റ് അങ്ങനെയാണ് ഞാൻ കണ്ടുവരുന്നത്. ഇത്രയും നല്ല പക്വതയും പാകതയും മെച്യൂരിറ്റിയുള്ള ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഡിവോഴ്സ് റേറ്റ് കുറവാണെന്നാണ് എൻ്റെ ധാരണ. നേരത്തെ അങ്ങനെ ആയിരുന്നു, ഇപ്പോൾ അവരും വഷളായിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താ എല്ലാവർക്കും അറിയാമല്ലോ. മൈൻഡ് ട്രെയിനിങ് ആണ്. പക്ഷെ ഞാനൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. യു ഷുഡ് സ്പെൽ യുവർ നെയിം നോട്ട് ബൈ മിയർ ആൽഫബറ്റ്സ് ബട്ട് ബൈ യുവർ ലൈഫ്. അതാണ് നമ്മുടെ പേര് എഴുതുന്നത് വെറും ആൽഫബറ്റിലായിരിക്കരുത്. MAYA മായ. ദാറ്റ്സ് മൈ ഐഡൻറ്റിറ്റി. എന്നെ തിരിച്ചറിയാൻ നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റിയാണ് ഈ MAYA. ദാറ്റ്സ് നോട്ട് മൈ ലെഗസി. അതെൻ്റെ പൈതൃകമല്ല. പൈതൃകം എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ
ഒരു ഘട്ടത്തിൽ ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു സാധനമല്ല. ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ മാത്രം നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുന്നതല്ല, പിന്നെയോ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉള്ളതാണ്. ലൈഫ് ലോങ് നമ്മൾ ജനനം മുതൽ ഈ ഒരു ലെഗസിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക. അതായത് നമ്മുടെ വാല്യൂസാണ്, നമ്മളുടെ പ്രവൃത്തികളാണ് നമ്മളുടെ പൈതൃകം. ഞാൻ ഈ ലോകം വിട്ടു പോകുമ്പോഴും ഇവിടെ എനിക്കൊരു പൈതൃകം അവശേഷിപ്പിച്ചു പോകണം എന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കുക. ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ ഫ്രം ദിസ് ടൈം ഓൺവേർഡ്സ് അങ്ങനെ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടാകണം. എനിക്ക് ഈ ലോകം വിട്ടു പോകുമ്പോൾ എന്നെ അറിയപ്പെടുന്നത് അതെങ്ങനെയാണ് അറിയപ്പെടുന്നത്? മറ്റുള്ളവരുടെ മനസ്സിലെ ഫീലിംഗ് ആണ്. നാം ഇവിടെ വിട്ടു പോകുമ്പോഴും ഞാൻ സഹകരിച്ചിട്ടുള്ള വ്യക്തികൾക്ക്, ഞാൻ നന്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള വ്യക്തികൾക്ക്, എൻ്റെ കൂടെ ഈ ജീവിതയാത്രയിൽ ഒപ്പമുള്ള സഹപ്രവർത്തകർ അല്ലെങ്കിൽ റിലേറ്റീവ്സ്, നാട്ടുകാർ, എന്നെ അറിയുന്ന ജനങ്ങൾ, അവരുടെയൊക്കെ മനസ്സിലുള്ള ഫീലിംഗ് ആണ് എൻ്റെ പൈതൃകം, അല്ലേ? ഇവിടെ സ്വാഗതം പറഞ്ഞ മാഡം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇത്ര വർഷം ബാങ്കിൽ ജോലി ചെയ്തിരുന്നു, സൈക്കോളജിസ്റ്റാണ്, മൈൻഡ് ട്രെയിനറാണ്, സക്സസ് കോച്ചാണ്. ഇതെല്ലാം ഒരു പരിധി വരെ ഉള്ളൂ. അതിനുപരിയായിട്ട് ഞാൻ ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ എൻ്റെ കൂടെയുള്ളവരുടെ മനസ്സിൽ എന്ത് നന്മയാണ് അവശേഷിപ്പിക്കുന്നത്? ദാറ്റ്സ് മൈ ലെഗസി. അതാണ് എൻ്റെ പൈതൃകം. നമ്മളൊരു കരിഷ്മ എന്ന് പറയത്തില്ലേ, ഒരാളൊരു നമ്മുടെ മുന്നിലേക്ക് വന്നാൽ അല്ലെങ്കിൽ റൂമിലേക്ക് വന്നാൽ ആ വ്യക്തി സംസാരിച്ചില്ലെങ്കിലും അവർ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, അല്ലേ? അതാണ് നമ്മുടെ കരിഷ്മ, നമ്മുടെ ഓറ. ആ ഓറ പോസിറ്റീവാക്കി വയ്ക്കുക എപ്പോഴും. നമ്മളെ മുന്നിലേക്ക് വരുന്ന നമ്മൾ സഹകരിക്കുന്ന ഒരു വ്യക്തി, ഏതൊരു വ്യക്തിയും നാം കണ്ടുമുട്ടുന്നതിനേക്കാൾ പോസിറ്റീവായിട്ട് വേണം നമ്മുടെ മുന്നിൽ നിന്ന് തിരിച്ചു പോകുന്നത്. അവർക്ക് എന്തെങ്കിലും ഒരു മാറ്റം, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ട്രാക്കിൽ കയറി, അല്ലേ? ഏത് ട്രാക്കിൽ? പൈതൃകം നമ്മുടെ ലെഗസി ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ തുടങ്ങും നമ്മുടെ ലെഗസി. അത് നമ്മുടെ ലെഗസിയാണ്. നമ്മളുടെ കൂടെ വരുന്ന ഒരാൾ, നമ്മുടെ ഒരാളിൻ്റെ, ഒരു വ്യക്തിയുടെ ഓറ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 4-5 അടിയോളം വരും എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു വ്യക്തി നിൽക്കുന്നതിൻ്റെ ഒരു 4-5 അടിയോളം വരും. ആ ഓറയ്ക്കകത്തേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി ഹാപ്പി ആയിട്ട് തിരിച്ചു പോകണം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമ്മളവിടെ ഹാപ്പിനെസ്സും നന്മയും വിതറുന്ന വ്യക്തിയായിരിക്കണം. നമ്മളിൽ നിന്നും പോസിറ്റിവിറ്റി റേഡിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലേ? കുറച്ച് കുട്ടികൾ ഒരു പുഴക്കരയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അബദ്ധത്തിൽ ഒരു കുട്ടി പുഴയിലേക്ക് വീണു. ബാക്കിയുള്ളവർ ഇത് കണ്ട് പേടിച്ച് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. അതുവഴി വന്ന ജ്ഞാനിയായ ഒരു മനുഷ്യൻ ഇത് കണ്ടിട്ട് പെട്ടെന്ന് ആ പുഴയിലേക്ക് ചാടി നീന്തലറിയാതെ കഷ്ടപ്പെട്ടിരുന്ന ആ കുട്ടിയെ രക്ഷിച്ച് കരയിൽ കൊണ്ടുവന്ന് അതിന് പ്രഥമ ശുശ്രൂഷകളെല്ലാം നൽകി. ആ കുട്ടിക്ക് ബോധം വന്നപ്പോൾ കുട്ടി ചോദിച്ചു, അങ്ങ് എൻ്റെ ജീവൻ രക്ഷിച്ച അങ്ങയ്ക്ക് പ്രത്യുപകാരമായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ, നിന്റെ ജീവൻ രക്ഷിക്കത്തക്ക വിലപിടിപ്പുള്ളതാണെന്ന് ഈ ലോകത്തിന് നീ തെളിയിച്ചു കൊടുക്കുക. ദാറ്റ് മീൻസ് ലിവ് മീനിങ്ഫുള്ളി, ലിവ് പർപ്പസ്ഫുള്ളി, ലിവ് വിത്ത് എ പർപ്പസ്. നമുക്കൊരു പർപ്പസ് ഉണ്ടാകണം. നാം നമ്മളിലേക്ക് തന്നെ തിരിയുമ്പോൾ, നമ്മളിലേക്ക് നമുക്കൊരു അവയർനെസ് ഉണ്ടാകുമ്പോൾ, നമ്മളെല്ലാം കണ്ണ് തുറന്ന് പുറത്തേക്കാണ് നോക്കുന്നത് എപ്പോഴും, അല്ലേ? എപ്പോഴും നമ്മൾ കണ്ണ് തുറന്ന് പുറത്തേക്ക്. പക്ഷെ നമുക്ക് ഉള്ളിലേക്കും കൂടെ നോക്കണം, നമ്മുടെ ഉള്ളിലേക്കും കൂടെ നോക്കുക. അപ്പം നമുക്ക് മനസ്സിലാകും
എന്താണ് നമ്മളുടെ ചിന്തകളുടെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാവും. എവിടെയാണ് എനിക്ക് കറക്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും അല്ലേ? എവിടെയാണ് എനിക്ക് കറക്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ചുറ്റുമുള്ളവരിലും നമ്മളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് മനസ്സിലാവും. നിൽക്കുന്ന ദൂരമല്ല, ഫിസിക്കൽ ഡിസ്റ്റൻസ് അല്ല, മെൻ്റലി നമ്മൾ എത്ര ഡിസ്റ്റൻസിലാണ്, നമുക്ക് ചുറ്റുമുള്ളവരിൽ നിന്നും നമ്മൾ എത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്കൊരു പർപ്പസ് വരും, ജീവിതത്തിൻ്റെ ഒരു പർപ്പസ് ഉണ്ടാകും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഒരു SWOT അനാലിസിസ് എടുത്താൽ മതി. അതായത് ബിസിനസ്സിൽ നമ്മൾ SWOT അനാലിസിസ്, ഇവിടെ ഒരുപാട് എൻ്റർപ്രനേഴ്സൊക്കെ കാണുമല്ലോ, ഒരുപാട് ബിസിനസ്സുകാർ കാണും. SWOT അനാലിസിസ് എന്താണ്? ബിസിനസ്സിലെ SWOT അനാലിസിസ്, SWOT, SWOT അനാലിസിസ്. ആ ബിസിനസ്സിൻ്റെ സ്ട്രെങ്ത് അല്ലേ? സ്ട്രെങ്ത് എന്താണ്? ആ ബിസിനസ്സിൻ്റെ വീക്ക്നെസ് എന്താണ്? ഓപ്പർച്യൂണിറ്റീസ്, ആ ബിസിനസ് വളർന്നു വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ത്രെറ്റ് എന്താണ്? അപ്പോൾ ഇത് ബിസിനസ്സിന് മാത്രമല്ല, ഓരോ വ്യക്തിക്കും SWOT അനാലിസിസ് എടുക്കണം. നമ്മൾ ഓരോ വ്യക്തികളും നമ്മുടെ SWOT അനാലിസിസ് എടുക്കണം. എന്താണ് എൻ്റെ സ്ട്രെങ്ത്? എൻ്റെ സ്ട്രെങ്ത് എന്താണ്? എൻ്റെ വീക്ക്നെസ് എന്താണ്? എനിക്ക് മുന്നോട്ട് പോകാൻ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? മുന്നോട്ട് പോകുന്ന വഴിയിൽ ഏതൊക്കെ ത്രെറ്റ്സ് എനിക്കുണ്ടാകാം, എന്തെല്ലാം ഭീഷണികൾ എനിക്കുണ്ടാകാം, അതിന് പ്രൊആക്റ്റീവ് ആകുക. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എന്താ നമ്മുടെ സ്ട്രെങ്ത്? ഒരു വ്യക്തിക്കുള്ള സ്ട്രെങ്ത് എന്താണ്? അതെ, ഡിഫിക്കൽറ്റി ഫേസ് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടോ? ഞാൻ സ്ട്രോങ് ആണോ? മനക്കരുത്തുള്ള വ്യക്തിയാണോ? അല്ലേ? പിന്നെ എനിക്ക് എന്തെല്ലാം പൊട്ടൻഷ്യൽ ഉണ്ട്? കലാപരമായിട്ട് എനിക്ക് എന്തെല്ലാം പൊട്ടൻഷ്യൽ ഉണ്ട്? ഡാൻസ് അറിയാമോ? പാട്ടറിയാമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ അറിയാമോ? പിന്നെ ധൈര്യമുള്ള വ്യക്തിയാണോ? ഞാൻ കൂടുതൽ കറേജ് ഉള്ള വ്യക്തിയാണോ? എന്നെങ്കിൽ അതെൻ്റെ സ്ട്രെങ്ത് ആണ് അല്ലേ? പിന്നെ എന്തിനെ നേരിടാനുള്ള കഴിവ്, പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവ്, ഇതെല്ലാം നമ്മുടെ സ്ട്രെങ്ത് ആണ്. പിന്നെ നമുക്ക് കുറച്ച് വീക്ക്നെസ് ഉണ്ട്. എന്തൊക്കെയാ വീക്ക്നെസ്സസ്? എന്താ? അത്യാഗ്രഹം, ലസ്റ്റ്, അത് വീക്ക്നെസ് ആണ്. പിന്നെ അമിതമായ ദേഷ്യം ആർക്കും വരാം. നമ്മൾ വെറുതെ പോകുമ്പോൾ ആരെങ്കിലും നമ്മളെ പ്രകോപിച്ചാൽ നമുക്ക് ദേഷ്യം വരത്തില്ലേ? അമിതമായ ദേഷ്യം, അമിതമായ ഉത്കണ്ഠ അല്ലേ? പിന്നെ അസൂയ, അസഹിഷ്ണുത, യെസ്, പേടി, ഫിയർ, ഈഗോ, ഇതെല്ലാം നമ്മുടെ വീക്ക്നെസ് ആണ്. പിന്നെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? നമുക്ക് വളർന്നു വരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ജീവിതത്തിൽ, നമുക്ക് ചുറ്റും, സമൂഹത്തിൽ, നമ്മുടെ വീടിനുള്ളിൽ ഒക്കെ നമുക്ക് കിട്ടുന്ന സപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? അത് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസാണ്. പിന്നെ ത്രെറ്റ്സ്, ചിലപ്പോൾ ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റീസ് വരാം, സാമ്പത്തിക പരാധീനതകൾ വരാം, ബന്ധങ്ങൾക്കകത്ത് ചിലപ്പോൾ വിള്ളലുകൾ ഉണ്ടാകാം. ഫിനാൻസ്, അതെ, ഫൈനാൻഷ്യൽ പ്രോബ്ലം അതൊരു മേജർ പ്രോബ്ലമാണ്. പിന്നെ നമുക്ക് ബന്ധങ്ങൾ ശിഥിലമാകാം, ബ്രേക്കപ്പ് ആകാം, പല ബന്ധങ്ങളും. ഇതൊക്കെ നമ്മളുടെ ത്രെറ്റ്സാണ്, ഭീഷണികളാണ്. വളരാൻ അനുവദിക്കാതിരിക്കുക. അതെ, ഓരോ സിറ്റുവേഷനിലും നമ്മളെ ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കൊരു ഹിൻഡ്രൻസ് ഉണ്ടാകാൻ, തടസ്സം ഉണ്ടാക്കാനായിട്ടുള്ള പല വ്യക്തികൾ കാണാം, സംഭവങ്ങൾ കാണാം, സാഹചര്യങ്ങൾ കാണാം. ഇതൊക്കെ നമുക്ക് എങ്ങനെ തരണം ചെയ്തു പോകാമെന്നാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് കൂട്ടണം അല്ലേ? ഉള്ള സ്ട്രെങ്തിനെ നമുക്ക് കൂട്ടിക്കൊണ്ടുവരണം. വീക്ക്നെസ്, നമ്മുടെ കുറവുകൾ എന്തൊക്കെയാണോ ആ കുറവുകളെ നമുക്ക് കുറച്ചു കൊണ്ടുവരണം. ഓപ്പർച്യൂണിറ്റീസ് തേടി പിടിക്കണം. നമുക്ക് വളരാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തേടി പിടിക്കണം. ത്രെറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് പ്രോആക്റ്റീവ് ആകണം. ഭീഷണികൾ എന്തെങ്കിലും ഉണ്ടോ അത് നമ്മൾ മുൻകൂട്ടി കണ്ട് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം. അപ്പം ഇതെല്ലാം വേണമെങ്കിൽ അറ്റ് ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത്? മനസ്സ് ശരിയാകണം അല്ലേ? മനസ്സ് പ്യൂരിഫൈഡ് ആകണം, നമ്മുടെ സോൾ പ്യൂരിഫൈഡ് ആകണം.
അതിനെന്താ വേണ്ടേ? മനസ്സിൻ്റെ കണ്ടാമിനേഷൻസ് ഇല്ലാതെ ആക്കണം. മനസ്സിനകത്ത് കണ്ടാമിനേഷൻസ് ഉണ്ട്, മാലിന്യങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും പ്രപഞ്ചത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരില്ല. കാരണം എന്താ? ഇവിടെ നിറയിരിക്കുക, മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുക. അവിടെ നമ്മുടെ എൻവയോൺമെൻറ്റിൽ മാറ്റം വരുത്തിയിട്ട് ഒരു കാര്യവുമില്ല. വീടെല്ലാം രാവിലെ അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിട്ടു, രാവിലെ പോയി വൃത്തിയായിട്ടൊന്ന് കുളിച്ചു, ഏറ്റവും നല്ല ഡ്രസ്സൊക്കെ എടുത്തിട്ട് കുട്ടപ്പിയായി. കാര്യമുണ്ടോ? ഇല്ല. ഉള്ള വൃത്തിയാകണം. ദ ചേഞ്ച് ഷുഡ് കം ഫ്രം വിത്തിൻ. നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം മാറ്റങ്ങൾ. സോ ആദ്യം മൈൻഡ് വൃത്തിയാകട്ടെ. അവിടെ മാറാലെ എല്ലാം അടിച്ച് തൂത്ത് വൃത്തിയാക്കി നമുക്കതൊന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം ഇന്നിവിടുന്ന് പോകാൻ. റെഡിയല്ലേ? യെസ്, റെഡി. എത്ര നല്ല പോസിറ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കുന്നേ. ഞാൻ ആദ്യം പറഞ്ഞതിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇത്രയും നല്ല കുട്ടികളെ എവിടെ കാണാം? എന്നെപ്പോലെ തന്നെ ഓരോ മുഖവും എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മൈൻഡിനകത്ത് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് ആണ് അല്ലേ? അതായത് ഏറ്റവും ബേസ് അതാണ്, നെഗറ്റീവ് തോട്ട്സ്. ആ ചിന്തകൾ, നമുക്ക് ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ വരുമ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം അവിടുന്ന് ഉടലെടുക്കുന്നത്. ഈ ചിന്തകളാണ് നമ്മുടെ വാക്കുകളായിട്ട് വരുന്നതും പ്രവൃത്തിയാകുന്നതും ശീലങ്ങളാകുന്നതും സ്വഭാവമാകുന്നതും എല്ലാം ഈ നെഗറ്റീവ് തോട്ട്സ് ആണ്. അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. നല്ലൊരു പളുങ്ക് പാത്രം, അതിനകത്ത് ശുദ്ധമായ വെള്ളം നിറച്ചു വെച്ചിരിക്കുക, ശുദ്ധമായ വെള്ളം. അവിടെ ഒരു പൊടി വീണാൽ പോലും നമുക്കതിനെ കാണാൻ പറ്റത്തില്ലേ? ആ പൊടി നമുക്ക് കാണാൻ പറ്റും. നേരെ മറിച്ച് പാത്രം സെയിമാണ്, പളുങ്ക് പാത്രമാണ്, പക്ഷേ അതിൽ നിറച്ചു വെക്കുന്നത് എന്താ? കണ്ടാമിനേറ്റഡ് വാട്ടർ. ഇത് അഴുക്ക് വെള്ളം. ആ അഴുക്ക് വെള്ളമാണ് അതിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അതിലൊരാണി കിട്ടാൽ പോലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ മനസ്സിനകത്ത് ഈ നല്ല വെള്ളം നിറച്ചു വെക്കുന്നത് പോസിറ്റീവ് തോട്ട്സ് ആണ്, നല്ല ചിന്തകൾ. എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക, പോസിറ്റീവ് തോട്ട്സ്. ഈ ദുഷിച്ച വെള്ളം എന്ന് പറഞ്ഞാലോ, അഴുക്ക് വെള്ളം, നെഗറ്റീവ് തോട്ട്സ് ആണ്, നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളാണ്. ആ ചിന്തയാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം. സോ റിഫ്രഷ് ചെയ്യാം, നമുക്ക് പ്യൂരിഫൈ ചെയ്യാം. അവിടെ എന്താ ഇതിന്? നമുക്കൊരു 5 ടൂളുണ്ട്. ഈ മൈൻഡ് റിഫ്രഷ് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനുമായിട്ട് 5 ടൂളുണ്ട്. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമല്ലോ? ഓക്കെ, ആദ്യം ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. നന്ദി. എന്തിനും നന്ദി, ഏതിനും നന്ദി. രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുന്നത് പോലും നന്ദി പറഞ്ഞുകൊണ്ട്. ദൈവത്തിന് നന്ദി പറയുക. എന്തിന്? പ്രപഞ്ചത്തിന് നന്ദി പറയുക, ദൈവത്തിന്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒതുക്കിയാണല്ലോ കൊണ്ടുവന്ന് ഈ ഓരോ, ഇപ്പോൾ ഹിന്ദുക്കളാണെങ്കിൽ അയ്യപ്പൻ, കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, ഗണപതി, അങ്ങനെ ഒരുപാട് പേരുണ്ട് അല്ലേ? ഓരോരോ കോവിലൊക്കെ കെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മളാണെങ്കിൽ മാതാവുണ്ട് അല്ലേ? യേശുനാഥനുണ്ട്. മുസ്ലിംസിനും ഉണ്ട് അതുപോലെ, മുഹമ്മദ് നബിയൊക്കെ. അപ്പം നമ്മൾ ഈ പ്രപഞ്ച സത്യമാണ്, എല്ലാം ഒന്നാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. ഇതെല്ലാം ഒന്നാണ്. അപ്പോൾ ആ ഒന്നിനെ നമ്മൾ പലതായിട്ട് കണ്ട് ആരാധിക്കുക. നമുക്ക് പ്രപഞ്ചത്തോട് പറയാനുള്ള കാര്യങ്ങൾ നമ്മുടെ മീഡിയേറ്ററോട് പറയാണ്. നമ്മൾ പള്ളിയിൽ വന്ന് യേശുനാഥനോട് പറയാണ്, മാതാവിനോട് പറയാണ്, കേണപേക്ഷിക്കുകയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. സാധാരണക്കാരന് പ്രപഞ്ചവുമായിട്ട് ഒരു അലയൻസിൽ വേണമെങ്കിൽ, ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ടൂള് വേണം. അതായത് അവൻ്റെ പ്രശ്നങ്ങൾ, അവൻ്റെ ദുഃഖങ്ങൾ കേൾക്കാൻ ഒരാൾ വേണം. അവന് കാണണം, ഈ ആൾ എന്നെ കേൾക്കുന്നുണ്ട്, ഞാൻ ആ ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സമ്മതിക്കുന്നുണ്ട്, അപ്പം എൻ്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് ഒരു ടൂള് വേണം. ആ ടൂളിനോട് പറയണം അവന്. അതിനാണ് നമ്മളിങ്ങനെ അയ്യപ്പനായിട്ടും ഗുരുവായൂരപ്പനായിട്ടും യേശുവായിട്ടും നബിയായിട്ടും ഒക്കെ വെച്ച് ആരാധിക്കുന്നത്. അവിടെ ചെന്ന് നമ്മൾ മനസ്സ് തുറക്കുമ്പോൾ എന്തോ ഒരു റിലീഫ് കിട്ടും നമുക്ക് അല്ലേ?
നമ്മുടെ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അവിടെ ചെന്ന് പറയുമ്പോൾ ഒരു വലിയ ആശ്വാസമാണ് മനസ്സിന്. എന്തോ ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെ നമുക്ക് തോന്നും. ഇനി ഒരു കാര്യം പറയാം. നെഗറ്റീവായിട്ട് നമുക്ക് ബോധമനസ്സുണ്ട്, ഉപബോധ മനസ്സുണ്ട്. അപ്പോൾ ഈ ബോധമനസ്സിലാണ് ഈ പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം നടത്തുന്നത്. ഉപബോധ മനസ്സ് അത് 24 hours നമ്മുടെ കൂടെ ഉള്ളതാണ്, 24 മണിക്കൂറും. അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച നാൾ മുതൽ, ജനനം കൊണ്ട് ജീവൻ വെച്ച ആ ഒരു നിമിഷം മുതൽ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ മരണം വരെ നമ്മുടെ കൂടെ ഉണ്ട്. അതായത് നമ്മൾ രാത്രി കഴിച്ചുകൊണ്ട് കിടക്കുന്ന ആഹാരം രാവിലെ മലമായിട്ടും മൂത്രമായിട്ടും നമ്മളുടെ മജ്ജയായിട്ടും ഒക്കെ മാറുന്നത്, ബ്ലഡിൽ കൂടി അതിൻ്റെ അംശം നമ്മളുടെ മജ്ജയായിട്ടും ഒക്കെ മാറുന്നതും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്, അല്ലേ? അല്ലെങ്കിൽ അങ്ങനെ ഒന്നില്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന നമ്മൾ രാവിലെ ഉണർന്ന് എഴുന്നേക്കത്തില്ല. നമ്മളുടെ ഓരോ ഇൻറ്റേർണൽ ഓർഗൻസും, ലിവർ, കിഡ്നി, പാൻക്രിയാസ്, ബാക്കി എല്ലാ ലങ്സ്, എല്ലാ വൻകുടൽ, ചെറുകുടൽ, ഇതെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത് കൂടുതൽ വൈബ്രൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് രാത്രിയിൽ എന്ന് പറയും. നമ്മൾ പറയത്തില്ലേ, കുഞ്ഞുങ്ങൾ രാത്രിയിലാണ് അവർ കൂടുതലും വളരുന്നതെന്ന് പറയത്തില്ലേ, അല്ലേ? കുഞ്ഞുങ്ങൾ രാവിലെ കുറച്ചുകൂടെ വളർന്നതായിട്ട് നമുക്ക് തോന്നും. കൊച്ചു കുഞ്ഞുങ്ങളെ കുറച്ച് വളർന്നതായിട്ട് തോന്നും. അപ്പോൾ കൂടുതൽ വൈബ്രൻ്റായിട്ട് നമ്മളുടെ ഓർഗൻസ് എല്ലാം വർക്ക് ചെയ്യുന്നതും രാത്രി. നമ്മൾ അതിനാ പറയുന്നത് സൗണ്ട് സ്ലീപ്പ് വേണമെന്ന്. നല്ല ഉറക്കം വേണം. നല്ല ഉറക്കമുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഒരു കുഴപ്പമുണ്ട് ഈ സബ് കോൺഷ്യസ് മൈൻഡിന്. അത് ഭയങ്കര പവറാണ്, പക്ഷേ അറിയത്തില്ല, തിരിച്ചറിവില്ല. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ നെഗറ്റീവാണോ, ഇവർക്ക് വേണ്ടാത്ത കാര്യമാണോ, ഇത് തമാശ പറയുവാണോ എന്നുള്ളത് അതിനറിയില്ല. ഉപബോധ മനസ്സിനറിയില്ല. പക്ഷെ പുള്ളിക്ക് ഭയങ്കര പവറാണ്. ഈ ബോധ മനസ്സ് എന്താണോ പറയുന്നത് അത് ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ഇങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കും. ബ്ലോട്ടിംഗ് പേപ്പറൊക്കെ ഇങ്ങനെ ഒരു മഷിയും വെള്ളമൊക്കെ ഇങ്ങനെ ഒപ്പിയെടുക്കുന്നത്, അതുപോലെ സബ് കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്താണോ പറയുന്നത് ആ കമാൻഡ് അതുപോലെ ഇഞ്ഞെടുക്കും. അപ്പോൾ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക, ഈശ്വരാ എൻ്റെ കടം തീർക്കണേ, മാതാവേ എൻ്റെ കടമെല്ലാം തീർത്ത് തരണേ, അല്ലെങ്കിൽ എനിക്ക് രോഗമൊന്നും വരല്ലേ, എനിക്ക് ആപത്തൊന്നും വരല്ലേ എന്ന് പറയുമ്പോൾ ഉപബോധ മനസ്സ് ഏറ്റെടുക്കുന്നത് എന്താണ്? കടം, രോഗം, ആപത്ത്, അല്ലേ? അതിനറിയില്ല, തിരിച്ചറിവില്ല. ഇതെന്താ ഇവർക്ക് വേണ്ടാത്തതാണോ എന്ന്. അവരെന്താണോ പറയുന്നത് അത് ആ പ്രധാനപ്പെട്ട കാര്യം എന്താണോ അതവിടെ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ശരിക്കും എന്തു വരും? രോഗം വന്നുകൊണ്ടിരിക്കും, ആപത്ത് വന്നുകൊണ്ടിരിക്കും, കടം പെരുകിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? മാതാവേ സൗഖ്യമായിരിക്കണേ, ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും തരണേ. അത് പോസിറ്റീവാ, നെഗറ്റീവല്ല. നമ്മൾ പറയാം നമുക്ക് കാര്യം നടന്നാൽ പോരെ, എന്തിനാ ഈ നെഗറ്റിവിറ്റി? സോ ഇനി മുതൽ പ്രാർത്ഥനാ സമയത്ത് എപ്പോഴും ആലോചിച്ചോളൂ, ഒരിക്കലും നമ്മൾ ഈ നെഗറ്റീവ് വാക്കുകൾ ഉപയോഗിക്കരുത്. കടം തീർത്ത് തരണേ, രോഗം വരല്ലേ, ആപത്ത് വരല്ലേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആപത്ത് വരല്ലേ, എൻ്റെ ഭർത്താവിനെ കാത്തുകൊള്ളണേ, അദ്ദേഹത്തിന് ആപത്ത് വരല്ലേ, ഇതൊന്നും പറയാതെ എന്താ പറയണ്ടേ? സൗഖ്യം തരണേ നാഥ, സൗഖ്യം തരണേ, ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും തരണേ നാഥ എന്ന് പറഞ്ഞ് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. പറഞ്ഞു വരുന്നത് നെഗറ്റിവിറ്റി ഒന്നുമേ വേണ്ട. ബിഗ് ഗ്രേറ്റ്ഫുൾ, നന്ദിയോടുകൂടിയിരിക്കുക. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പം തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനും കുടിക്കുന്ന വെള്ളത്തിനും സൂര്യപ്രകാശത്തിനും പ്രപഞ്ചത്തിനും നന്ദി പറയുക. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് ആ മാതാവെങ്കിൽ മാതാവ്, നന്ദി. ഇറ്റ്സ് യൂണിവേഴ്സാണ് ഇതെല്ലാം, അല്ലേ? ഗുരുനാഥന്മാർ നമ്മുടെ LKG മുതൽ, അല്ലെങ്കിൽ പലരും ഇവിടെ ആശാമ്പള്ളിക്കാരായിരിക്കും, ആശാമ്പള്ളി മുതൽ ഇതുവരെ പഠിച്ചു വന്നിട്ടുള്ള എത്രയോ ഗുരുനാഥന്മാരാണ് നമുക്ക് അറിവ് പകർന്നു തന്നിട്ടുള്ളത്. ഇവർക്ക് ആർക്കെങ്കിലും നമ്മൾ നന്ദി പറയാറുണ്ടോ? മരിക്കാറുണ്ടോ? ഉണ്ട്, ഒരുപാട് പേര് തലയാട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നല്ല കുഞ്ഞുങ്ങളാണ്. ഞാനൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല, വളരെ നല്ല കുട്ടികളാണ്. അപ്പോൾ
നമ്മൾ ആ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പം തന്നെ നമ്മുടെ ഈ പ്രകൃതിക്ക് നന്ദി പറയുക, ഗുരുനാഥന്മാർക്ക് നന്ദി പറയുക, അച്ഛനമ്മമാർക്ക് നന്ദി പറയുക. ഇത്രയും പൂർവികർക്ക് നന്ദി പറയുക. അതായത് അവരുടെ ഒരു പൈതൃകം അതല്ലേ നമ്മളെ ഇങ്ങനെ എത്തിച്ചിരിക്കുന്നത്. കാഴ്ചയുണ്ട്, കേൾവിശക്തിയുണ്ട്, സംസാരശേഷിയുണ്ട്, ബ്രെയിന് നല്ല ചിന്താശേഷിയുണ്ട്, കൈക്കും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ല. ഇങ്ങനെ നമ്മളെ ഈ ലോകത്തോട്ട് കൊണ്ടുവന്നതാരാ? ഒരു ടൂളായതാരാ? നമ്മുടെ പേരൻസാ, രക്ഷകർത്താക്കളാ. അപ്പം അവർക്ക് നന്ദി പറയണ്ടേ? ഈ 3 കാര്യങ്ങളും അടിയന്തരമായിട്ട് നാളെ മുതൽ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ നന്ദി പറഞ്ഞിട്ട് വേണം ദിവസം തുടങ്ങാൻ. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അത് ഒരുപാട് സമയമൊന്നും വേണ്ട, നിമിഷങ്ങൾ മതി. ആ ഒരു ഭാവം നമ്മളിലൂടെ ഇവരെ എല്ലാം ഒന്ന് ഓവറാളൊന്ന് ചിന്തിച്ചും കൊണ്ട് നമ്മൾ ആ ഒരു ദിവസം ഒന്ന് തുടങ്ങിയാൽ മതി. നന്ദി എന്നുള്ള ഒരു ഭാവം നമ്മളിൽ ഉണ്ടായാൽ മതി, ഇവരെയൊക്കെ ഒന്ന് സ്മരിച്ചുകൊണ്ട്. പിന്നീട് ഉണർന്നെഴുന്നേറ്റുള്ള ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞോളുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ താങ്ക് യു പറയുന്നത് പോലെ പോസിറ്റീവ് എനർജി തരുന്ന മറ്റൊരു കാര്യമില്ല. നമ്മളങ്ങ് ഓപ്പണപ്പ് ആവുകയാണ് ഓരോ കാര്യത്തിനും. നമ്മളൊരു ഓട്ടോ വിളിച്ച് പോയാൽ ഓട്ടോക്കാരന് പൈസ കൊടുക്കുമ്പോൾ താങ്ക് യു കൂടി പറയുക. പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പിൽ കയറുമ്പോൾ പൈസ കൊടുത്തിട്ട് താങ്ക് യു പറയുക. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഓസ്ട്രേലിയയിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ഒരു മൈൻഡ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ പറഞ്ഞു, ആടാ ഇവിടെയൊക്കെ ബസ്സിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ ഓരോരുത്തരും ഇറങ്ങുമ്പോഴും താങ്ക് യു, താങ്ക് യു, താങ്ക് യു വിളിച്ചു പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. സുരക്ഷിതമായിട്ട് അവിടെ വരെ കൊണ്ട് എത്തിച്ചില്ലേ നമ്മളെ, നന്ദി പറയുക. എറണാകുളത്ത് ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ ബസ്സിൽ കയറി, സൂപ്പർ ഫാസ്റ്റിൽ. ഒരു 6:30 ഭയങ്കര മഴയും ഇടിയും, വല്ലാത്ത ക്ലൈമറ്റ്. എനിക്ക് സീറ്റ് കിട്ടിയില്ല, ഡ്രൈവറുടെ പുറകെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം നമ്മളിങ്ങനെ മുന്നോട്ട് വണ്ടി പോകുമ്പം വഴിയേതാ കുഴിയേതാ എന്നൊരു നിശ്ചയവും ഇല്ലാത്ത മഴ, ഭയങ്കര മിന്നൽ, ശക്തിയായിട്ട് ഇങ്ങനെ പ്രകാശവും കയറി വരിക. ഞാൻ ഈ ഡ്രൈവറെ ഇങ്ങനെ നോക്കുക, പുള്ളി എങ്ങനെ ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത്. നമ്മൾ ഈ ഡ്രൈവിങ് അറിയാവുന്നവർക്കറിയാം, ഈ വേറൊരാൾ വണ്ടി ഓടിക്കുന്ന കാണുമ്പം ഭയങ്കര ടെൻഷനാണ്. പുള്ളി എവിടാ ചവിട്ടുന്നത്, ഇനി ആ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യും ഇദ്ദേഹം, ഇതൊക്കെ നമ്മളിങ്ങനെ ടെൻഷൻ. നേരെ മറിച്ച് ഡ്രൈവ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ സുഖമായിട്ട് മാറി അവിടെ ഇരിക്കും. പണി അറിയാവുന്നവൻ അവിടെ ജോലി ചെയ്തോളും അല്ലേ, നമ്മൾ സ്വസ്ഥമായിട്ടിരുന്നോളും. പക്ഷേ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുക, എന്താ ഇദ്ദേഹം ഇങ്ങനെ ഇത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്നു. എന്തായാലും ഒരു 10 മണിക്ക് മുമ്പ് കായംകുളത്ത് ബസ് സ്റ്റാൻഡിൽ വണ്ടി വന്നു. കണ്ടക്ടർ പറഞ്ഞു 10 മിനിറ്റ് ഇവിടെ വെയിറ്റിംഗ് ഉണ്ട്, കാപ്പി കുടിക്കണവർക്ക് കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞു. അപ്പം എനിക്കവിടെ ഇറങ്ങണം, കായംകുളത്ത് ഇറങ്ങണം. ഞാൻ ഈ ഡ്രൈവർക്ക് നന്ദി പറയാതെ എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മളത് ശീലിച്ചു പോയി, ഒരു ട്രെയിനറാണല്ലോ. അപ്പം ഞാൻ അദ്ദേഹത്തിനെ ഇങ്ങനെ ഒന്ന് തോണ്ടി. ഒരു തമിഴ് ലുക്കുള്ള ഒരു മെലിഞ്ഞ ഒരു പയ്യനാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, സാർ വളരെ നന്ദിയുണ്ട്, ഇത്രയും ബാഡ് ക്ലൈമറ്റിൽ ഇത്രയും കെയർഫുള്ളായിട്ട് ഇത്രയും ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇവിടെ വരെ കൊണ്ടുവന്നല്ലോ, വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നെ നോക്കിയിട്ട് അങ്ങ് തൊഴുതിട്ട് കണ്ണൊക്കെ നിറഞ്ഞു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാൾ നന്ദി പറയുന്നത്. KSRTC അവർക്ക് സാലറി കൊടുക്കുന്നുണ്ട്, പക്ഷേ ആ സർവീസ് അനുഭവിക്കുന്ന ആരാ? നമ്മളല്ലേ. ആ സർവീസ് അനുഭവിക്കുന്നത് നമ്മളാണ്. അപ്പോൾ ബി താങ്ക്ഫുൾ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു സന്തോഷവും സംതൃപ്തിയും ഉണ്ടല്ലോ, അത് നമുക്ക് അനുഗ്രഹമായിട്ട് വരും. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഒരാളും നിർത്തിത്തരത്തില്ല. ഞാനും കൂടെ പോട്ടെ എന്നുള്ള രീതിയിലായിരിക്കും അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആരെങ്കിലും ഒരാൾ നിർത്തി തന്നിട്ട് നമ്മളോട് പറയും, കൈ കാണിക്കും, പൊക്കോ എന്ന് പറയും അല്ലേ. അപ്പോൾ നമുക്ക് ഇറങ്ങിച്ചെന്ന് നന്ദി പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ ബോഡി ലാംഗ്വേജിൽ നമ്മൾ ഒന്ന് കുനിഞ്ഞ് ഒന്ന് വണങ്ങി കാണിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകും, അർഹതയുള്ള ആളിനാണല്ലോ ഞാൻ ഈ സഹായം ചെയ്തു കൊടുത്തതെന്ന്. ആ അനുഗ്രഹം
അദ്ദേഹത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ അത് അനുഗ്രഹമായിട്ട് വരും നമുക്ക്. സോ ബി ഗ്രേറ്റ്ഫുൾ. എൻ്റെ കൂടെ അവിടെ വീട്ടിൽ വന്ന ഒരു കുട്ടിയുണ്ട്. അപ്പോൾ അവൾ BDS ആയിരുന്നു. MDSന് റാങ്ക് വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചു, അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തൊക്കെ റാങ്ക് കിട്ടി. അവളുടെ മാരേജായി. മാരേജിന് എന്നെ വിളിച്ചു. എൻഗേജ്മെൻറ്റിന് ഞാൻ ഫ്രണ്ടിൽ തന്നെ സീറ്റൊക്കെ തന്ന് ഞാൻ അവിടെ പോയിരിക്കുക. അപ്പോൾ റിങ് എക്സ്ചേഞ്ച് ഉണ്ടല്ലോ എൻഗേജ്മെൻറ്റിന്. ഈ റിങ് എക്സ്ചേഞ്ച് സമയത്ത് ഈ പയ്യൻ ഈ പെൺകുട്ടിയുടെ കയ്യിൽ റിങ് ഇട്ടപ്പോൾ ആ മുഖത്തോട്ട് നോക്കിയിട്ട് അവൾ താങ്ക് യു പറഞ്ഞു. അപ്പം ഈ പയ്യൻ ഇങ്ങനെ അതിശയിച്ച് നോക്കി. കല്യാണവും കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടായിരുന്നു മോള് റിങ് എക്സ്ചേഞ്ച് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് താങ്ക്സ് പറയുന്നത് ഞാൻ കണ്ടായിരുന്നു, ആൻറ്റി മുമ്പിൽ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ഓ ആ താങ്ക്സ് ആണോ ഈ താങ്ക്സ്? ശരിക്കും അതാണ് നമ്മൾ ശീലിച്ചു പോയാൽ, നമ്മളിത് ശീലിക്കുമ്പോൾ അത് നമ്മളുടെ ഒരു ഹാബിറ്റാവും. ആത്മാർത്ഥമായിട്ട് നമ്മളത് പറഞ്ഞു പോകും. അപ്പോൾ അതാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. എന്തിനെന്നറിയാമോ? നാളെ മുതൽ താങ്ക്ഫുൾ ആയിക്കോളൂ, എല്ലാ കാര്യത്തിനും താങ്ക്ഫുൾ ആയിക്കോളൂ. എന്തിനാണ്? നമ്മുടെ മൈൻഡ് ഓപ്പൺ അപ്പ് ആകും, കുറച്ച് വിശാലമാകും. നന്ദി പറയുമ്പോൾ, നമ്മൾ ഓരോന്നിനും നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ പ്രപഞ്ചം നമുക്ക് കൂടുതൽ കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ തന്നോണ്ടിരിക്കും. നല്ലതല്ലേ അത്? മൗനിയായിട്ട് ചുമ്മാ നടക്കുന്നതാണോ നല്ലത്? എല്ലാത്തിനും താങ്ക്സ് പറയുന്നതാണോ നല്ലത്? എല്ലാത്തിനും താങ്ക്സ് പറഞ്ഞു. ഹസ്ബൻഡിന് താങ്ക്സ് പറഞ്ഞു, അമ്മയ്ക്ക് താങ്ക്സ് പറഞ്ഞു, അമ്മയ്ക്ക് താങ്ക്സ് പറഞ്ഞു, അച്ഛന് താങ്ക്സ് പറഞ്ഞു. ആരാണോ നമുക്ക് സ്നേഹവും സന്തോഷവും നമുക്കൊരു നല്ലൊരു ഫീല് തരുന്നത്. സോ ബി താങ്ക്ഫുൾ, ബി ഗ്രേറ്റ്ഫുൾ. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് അവർ നമ്മളോട് നന്നായിട്ടൊന്ന് പെരുമാറുന്നു, അല്ലെങ്കിൽ അവർക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടുന്നു, എല്ലാം വന്ന് പറയുമ്പോൾ ബി താങ്ക്ഫുൾ, താങ്ക്ഫുൾ, താങ്ക്ഫുൾ. അപ്പോൾ താങ്ക്സ് പറഞ്ഞു തുടങ്ങൂ. അപ്പം നമുക്കതിൻ്റെ അനുഗ്രഹം എന്താണെന്ന് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. രണ്ടാമത്തെ കാര്യം ഫോർഗീവ്നെസ്. ഫോർഗീവ്. നിങ്ങളോട് ഫോർഗീവ്നെസ്സിൻ്റെ മാഹാത്മ്യം ഞാൻ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. ചർച്ചിൽ ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് അല്ലേ? തിരുമേനിമാരോ അച്ഛന്മാരോ എല്ലാം ഈ ഫോർഗീവ്നെസ്സിൻ്റെ മഹത്വം നിങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. കുമ്പസാരത്തിൽ കൂടെ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ഈ ഫോർഗീവ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ചെറുപ്പകാലം മുതൽ ഒരുപാട് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ഓരോരുത്തരോടുമുള്ള ഒരു പക, ഒരു റിവഞ്ച്, ഗ്രഡ്ജ് മനസ്സിലിങ്ങനെ കിടക്കും. ഈ ഗ്രഡ്ജ് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടന്നാൽ ജീവിതത്തിൽ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒരനുഗ്രഹവും ഉണ്ടാകത്തില്ല, ഒരവസരവും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമ്മുടെ മുന്നിൽ കിടന്ന് കളിച്ചാൽ പോലും നമുക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മൈൻഡ് മുഴുവൻ എന്താണ്? ഗ്രഡ്ജാ, ഓരോരുത്തരോടുള്ള പക. മനസ്സമാധാനമില്ല, അലട്ടലാണ്. കഴിഞ്ഞ ദിവസം കൗൺസിലിങ്ങിന് ഉള്ള ഒരു പെൺകുട്ടി പറഞ്ഞത്, എൻ്റെ അച്ഛന് എനിക്ക് ഓർമ്മ വരുമ്പം തന്നെ എനിക്ക് പകയാ, ഞാൻ മനസ്സിലങ്ങ് ചീത്ത പറയാറുണ്ട്. കാരണം എന്താ? സ്വത്ത് പുള്ളി എല്ലാം പിടിച്ചു വെച്ചിരിക്കുക. എനിക്കിപ്പോൾ 46 വയസ്സായി, ഇനി എന്നാ ഇതൊക്കെ തരുന്നേ? അതുകൊണ്ട് മനസ്സിനകത്ത് പകയാ, എല്ലാവരോടും പകയാ, ദേഷ്യമാണ്. ആൻറ്റിമാർ, അങ്കിൾമാർ, നേരത്തെ ദ്രോഹിച്ചിട്ടുള്ളവർ, അതുപോലെ കൂട്ടുകാർ, സഹപ്രവർത്തകർ, ഇവരോടൊക്കെ ഗ്രഡ്ജ് സൂക്ഷിച്ചിരിക്കുക. അപ്പം അത് നമുക്ക് മൈൻഡ് ഓപ്പൺ അപ്പ് ആകാൻ പറ്റുമോ? മനസ്സിൻ്റെ മാലിന്യമാണ്. അവരെ നമ്മൾ എന്ത് ചെയ്യുക? ഫോർഗീവ് ചെയ്ത് മാറ്റി നിർത്തുക. ഫോർഗീവ് ചെയ്ത് നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ ഇവർ മനസ്സിൽ നിന്ന് പോകത്തില്ല. എന്നാൽ ശരി, ഞാൻ പൊയ്ക്കോ, ഞാൻ ഇനി നിന്നെപ്പറ്റി ഓർക്കുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ ഒരിക്കലും ഇവർ മനസ്സിൽ നിന്ന് പോവില്ല. പിന്നെ എങ്ങനെയാ ചെയ്യണ്ടേ? അവർക്ക് മാപ്പ് കൊടുത്തേക്ക്, ക്ഷമിച്ചേക്ക്. ഇതുവരെ എനിക്കുണ്ടാക്കിയ എല്ലാ ദ്രോഹങ്ങൾക്കും എല്ലാ വേദനകൾക്കും ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു, ക്ഷമിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സിൽ ചിന്തിക്കണം. മനസ്സിൽ ചിന്തിക്കുന്നത് എങ്ങനെ വേണം?
അതായത് നമുക്ക് വീട്ടിൽ സ്വസ്ഥമായിരിക്കാൻ ഒരു സ്ഥലം, അല്ലെങ്കിൽ പള്ളിയിൽ, എവിടെയാണോ നമുക്ക് സമാധാനവും ശാന്തതയും കിട്ടുന്നത് അവിടെ പോയിരിക്കുക, സമാധാനമായിട്ട് പോയിരിക്കുക. ഇരുന്നിട്ട് അവരോട് പറയണ്ട, നമ്മൾ പറഞ്ഞാൽ മതി. കാരണം അവരിതൊന്നും അറിയുന്നില്ലെന്നേ. നമ്മുടെ മനസ്സിൽ ഈ കൊണ്ട് നടക്കുന്ന അഗ്നിപർവ്വതം ഒന്നും അവരറിയുന്നില്ല. അവരടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് നടക്കുക. അവരുടെ മക്കളും കൊച്ചുമക്കളും ഭർത്താക്കന്മാരും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ആയിട്ട് അവർ ടൂറ് പോന്നു. അവരടിച്ചു പൊളിച്ച് സന്തോഷിക്കുന്നു. ഇത് വല്ലത് നീ അറിയുന്നുണ്ടോ? ഇല്ല. നിന്റെ മനസ്സിൽ എന്താ? പക, പക. എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. അവരെ വെറുതെ വിടാൻ കൊള്ളത്തില്ല. ഈശ്വര, ഓരോ നമ്മൾ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഇവരിങ്ങനെ മനസ്സിൽ കിടക്കുക. വേദനയാ, വേദനയാ, സഹിക്കാൻ പറ്റാത്ത വേദനയാ. പക്ഷേ എന്ത്? വിട്ടേക്ക്, ലെറ്റ് ഗോ, ലെറ്റ് ഗോ. പറഞ്ഞു വിട് മനസ്സിൽ നിന്ന്. മാപ്പ് കൊടുത്ത് പറഞ്ഞു വിട്. മാപ്പ് കൊടുത്ത് പറഞ്ഞു വിട്ടില്ലെങ്കിൽ എലി കരളുന്നത് പോലെ നമ്മുടെ മൈൻഡിൽ കയറിയിരുന്നിങ്ങനെ കറണ്ട് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പൊ റെഡിയല്ലേ എല്ലാവരും? മനസ്സിൽ ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ, ആരോടെങ്കിലും ചെറുപ്പകാലം മുതലുള്ള എന്ത് പകയും എന്ത് ചെയ്യണം? അവരെ സ്വസ്ഥമായിട്ട് ഒരിടത്ത് പോയിരുന്ന് സമാധാനമായിട്ട് അവർ ചെയ്തിട്ടുള്ള എല്ലാ ദ്രോഹങ്ങളും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ദെൻ എന്ത് ചെയ്യണം? നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു, ഇനിയും എൻ്റെ മനസ്സിൽ ഈ ദ്രോഹങ്ങൾക്കൊന്നും സ്ഥാനമില്ല. മാപ്പ് തന്ന മാറ്റ്. ഇപ്പം ഞാൻ നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തു. ഒരു ആവറേജ് മനുഷ്യരാണെങ്കിൽ, ഒരു ആവറേജ് സ്ത്രീ ആണെങ്കിൽ ഒരിക്കലും എനിക്ക് മാപ്പ് തരില്ല, അല്ലേ? എന്നെ പിന്നെ കാണുമ്പോഴെല്ലാം എന്നാലും ഈ സ്ത്രീ എന്നോട് അങ്ങനെ ചെയ്തല്ലോ. ഇവരെന്തൊരു സൈസ് സ്ത്രീയാണ്, ഇവർ മൈൻഡ് ട്രെയിനറാണ്, സൈക്കോളജിസ്റ്റാണ്, ഒരു വലിയ മാടയാ കോടയാന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. പക്ഷെ എന്നാലും ഇവരത് ചെയ്യാൻ കൊള്ളാമോ എന്നോട്? എപ്പോഴും കാണുമ്പോഴൊക്കെ തോന്നും. നേരെ മറിച്ച് എന്നോട് മാപ്പ് തരിക, എനിക്ക് മാപ്പ് തരികയാണ്, എന്നോട് ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാനുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? അതുപോലെ ഇല്ല. പിന്നെ എന്നെ കാണുമ്പോൾ ആ ഒരു ശത്രുത ഉണ്ടാവോ? ഇല്ല. അതാണ് ഫൊർഗീവ്നെസ്സിൻ്റെ ഗുണം. ഫൊർഗീവ് ചെയ്ത് ക്ഷമിച്ചു മാറ്റി നിർത്തിയാൽ പിന്നെ നമ്മുടെ മനസ്സിൽ കയറിയിരുന്ന് ഇവരാരും ശല്യം ചെയ്യത്തില്ല. അപ്പോൾ അത്യാവശ്യമായിട്ടും ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഫൊർഗീവ് ചെയ്ത് കളഞ്ഞേക്കുക. ഇനി ആരുടെയും മനസ്സിൽ ഒരു പകയും വേണ്ട, ആരോടും ഒരു വിദ്വേഷവും വേണ്ട. മനസ്സ് ക്ലിയർ ആവട്ടെ അവിടെ. ഓക്കെ. ഇങ്ങനെ ഫൊർഗീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിൻ്റെ ക്ലാരിറ്റി കിട്ടുന്നത്. നല്ല നല്ല അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഫാമിലിക്ക് ആകെ. അതായത് ഒരു സ്ത്രീ ആണല്ലോ ആ വീടിനകത്ത് മൊത്തം വിളക്കെന്ന് പറയുന്നത്. ആ സ്ത്രീയുടെ മുഖം കറുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഐശ്വര്യം ഇല്ല. ആ വീട്ടിൽ എല്ലാവരെയും ഇങ്ങനെ ഒരു മാഗ്നറ്റ് പോലെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ഗൃഹനാഥയാണ്. അങ്ങനല്ലേ? അതാണ്. എന്തോ നിങ്ങൾ വിളിച്ചോ എന്നെ? സോ കേൾക്കാൻ പറ്റും? റെഡി കേൾക്കാൻ പറ്റുന്നുണ്ടോ അവിടെ? ആ, ഓക്കെ. ഞാനൊന്ന് അങ്ങോട്ടും കൂടി പോവാണേ. താങ്ക് യു. അപ്പോൾ ഈ ഫൊർഗീവ്നെസ്സിൻ്റെ ഗുണം നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് പറയണം. ഞാൻ ലാസ്റ്റിൽ എൻ്റെ നമ്പർ തരാം, വാട്സപ്പ് നമ്പറാണ്. അതിനകത്ത് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് എന്താണ് നിങ്ങൾക്ക് അനുഭവിക്കുന്ന ആ ഒരു ഗുണമെന്നൊന്നും വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടേക്കണം. ഞാൻ ഇന്ന് മുതൽ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി, എനിക്ക് ഇന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഇന്ന പ്രയാസങ്ങളുണ്ട് എനിക്ക്, ഞാൻ എന്താ ചെയ്യണ്ടേ, എനിക്ക് ഫൊർഗീവ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? എന്ത് സംശയം ഉണ്ടെങ്കിലും വാട്സപ്പ് ചെയ്തോളൂ. ഗ്രാറ്റിറ്റ്യൂഡും ഫൊർഗീവ്നെസ്സും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് ഓപ്പൺ അപ്പ് ആകാൻ പറ്റും. ലൈഫിന് നല്ല പർപ്പസ് ഉണ്ടാകും.
നമ്മുടെ മക്കളോട്, ഭർത്താക്കന്മാരോട്, അതുപോലെ മാതാപിതാക്കളോടൊക്കെ നിങ്ങൾ കടമകൾ ചെയ്തു. ഈ കടമകൾ ചെയ്തു പോകുന്ന കൂട്ടത്തിൽ ഈ സമൂഹത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുകൂടി ചിന്തിക്കുക. ഓക്കെ, അതായത് നമ്മൾ കുടുംബത്തിന് പുറത്തേക്ക് നോക്കുമ്പോൾ, പുറത്തേക്ക് കൂടി നോക്കി തുടങ്ങുമ്പോൾ മനസ്സ് വലുതാകും, ചിന്തകൾക്ക് ഗാംഭീര്യമുണ്ടാകും, ലൈഫിന് പർപ്പസ് ഉണ്ടാകും. ശരിയല്ലേ? നമ്മളുടെ കുടുംബം, ഓക്കെ, കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, അതുകൊണ്ട് മാത്രം നമ്മൾ ലൈഫ് മീനിങ് ഫുൾ ആകുന്നില്ല. എന്ത് വേണം? എന്തെങ്കിലും സമൂഹത്തിനും കൂടെ നമുക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ പാഷൻ എന്താണെന്ന് അറിയണം. എങ്ങനെയാ നമ്മുടെ പാഷൻ എന്താ? നമുക്ക് ഒരു എഫേർട്ട് ഇല്ലാതെ, കൂടുതൽ നമ്മൾ പ്രയാസപ്പെടാതെ ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണോ, ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണോ, അതിന് നമുക്കൊരു വരുമാനം കൂടിയുണ്ട്. നമ്മളത് ജോലിയാണെന്ന് വിചാരിക്കരുത്, ജോലിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യരുത്. നമ്മൾ അതിൽ ജീവിക്കാതിരിക്കണം. അങ്ങനെ ചെയ്യുന്ന കാര്യമാണ് നമ്മുടെ പാഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ പാഷനും കൂടെ കണ്ടുപിടിക്കുക. നമ്മുടെ ഹുവാമായി, ഞാൻ ആരാണ്, ഇതിനി പുറത്തോട്ട് മാത്രം നോക്കി നടന്നിട്ട് കാര്യമില്ല. വല്ലപ്പോഴുമെങ്കിലും ഉള്ളിലോട്ടൊന്ന് നോക്കണം, അകത്തോട്ടൊന്ന് നോക്ക്. സ്വസ്ഥമായിട്ടിരുന്ന് ഒരമണിക്കൂറെങ്കിലും ആത്മാവിനോട് കൂട്ടുകൂടണം. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്ക്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യ്, പ്രെയർ ആണെങ്കിൽ അത് ചെയ്യ്. അപ്പോൾ നമുക്ക് ആത്മാവിന് സമാധാനം കിട്ടും. ചിലപ്പോൾ ഒരു മെലഡി കേൾക്കുന്നതായിരിക്കും സന്തോഷം. അപ്പം നമ്മൾ ദൈവത്തോടങ്ങ് അടുക്കുന്നതായിട്ട് തോന്നും. നമ്മളും നമ്മുടെ ആത്മാവും മാത്രം എല്ലാ ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞ്, ചിലപ്പോൾ കാറ് ഡ്രൈവ് ഒറ്റയ്ക്ക് കാർ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കൃഷിസ്ഥലത്തൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ പൂന്തോട്ടത്തിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് നട്ടു വളർത്തിയ ചെടികൾക്കിടയിൽ കൂടി ഇങ്ങനെ നോക്കി ഒരു സന്തോഷം അനുഭവിച്ച് നടക്കുമ്പോൾ നമ്മുടെ ആത്മാവ് സന്തോഷിക്കും. ഓക്കെ, സോ ഫോർഗീവ്നെസ് ആണ് പറഞ്ഞത്. ഇനിയുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം, അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ love your enemies, pray for those who abuse you, and bless those who curse you. Saint Luke chapter 6:27. ഓക്കെ, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ ഈ പറഞ്ഞതിന് ഉപോത്ബലകമായിട്ട് ബൈബിളിലുള്ള ഒരു വാക്യമാണ് മാഡം പറഞ്ഞത്. താങ്ക് യു. എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അൺകണ്ടീഷണൽ ലവ്, ഒരു കണ്ടീഷൻ ഇല്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റണം, തുറന്ന മനസ്സോടെ. നീ എനിക്ക് ഇന്നത് ചെയ്ത് തന്നാലേ ഞാൻ നിന്നെ സ്നേഹിക്കൂ, അത് വേണ്ട. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. കാരണം നമ്മൾ പലതും പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയാറുണ്ട്, മക്കൾ 2 പേരുണ്ട്, 2 പേര് കാനഡയിലാണ്. അവരിൽ നിന്നൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കല്ലേ. ഞാൻ ട്രെയിനറാണ്, എനിക്ക് ഈ കാര്യങ്ങൾ അറിയാം, പക്ഷെ അദ്ദേഹം ട്രെയിനറല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയും, ഇനി എന്നാ കാണുന്നേ, എത്ര നാൾ കാണാനാ, വർഷത്തിലൊരിക്കലോ 2 വർഷം കൂടുമ്പോഴോ 1 മാസം ഇങ്ങോട്ട് വന്നാൽ എങ്ങനെയാണ് നമ്മൾ ആ കുഞ്ഞുങ്ങളുമായിട്ട് ഒന്ന് സന്തോഷിക്കുന്നേ? പക്ഷേ ഞാൻ പറയും, നമ്മൾ കാണുന്നുണ്ടല്ലോ, ദിവസവും ഫോണിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, വാട്സപ്പ് കോളൊക്കെ ചെയ്യുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അവർക്ക് സൗകര്യമുള്ളപ്പോഴും അവർക്ക് അവരുടെ സാഹചര്യം പോലെ ചെയ്യട്ടെ. അല്ല നമ്മളെപ്പോഴും ഇത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നാൽ വിഷമാണ്, അല്ലേ? ദുഃഖമാണ്, നിരാശയാണ്. അതിനെന്തിനാ അവസരം കൊടുക്കുന്നത്? നമ്മളെപ്പോഴും കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കുക. ആരെയും, മാതാപിതാക്കളെ ആയാലും സുഹൃത്തുക്കളെ ആയാലും സ്ഥാപനത്തിനെ ആയാലും സഹപ്രവർത്തകരെ ആയാലും
അവിടെ ഒരു കണ്ടീഷൻ വേണ്ട. ഇന്നതെനിക്ക് ചെയ്ത് തന്നാലേ ഞാൻ ഹാപ്പിയാവൂ എന്ന് വേണ്ട. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് നിരാശയും ദുഃഖങ്ങളും ഒഴിവാക്കാൻ പറ്റും. അൺകണ്ടീഷണൽ ലവ്. നാളെ മുതൽ സ്നേഹിച്ചു. അമ്മായിയമ്മയായാലും നാത്തൂനെ ആയാലും ആരെങ്കിലും ദ്രോഹം തരുന്നുണ്ടെങ്കിൽ അവരെയും നീ നിൻ്റെ വഴിക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു, ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. എൻ്റെ സ്നേഹം അൺകണ്ടീഷണലാണ്. എന്തിനാ നമ്മൾ ഫൊർഗീവ് ചെയ്യുന്നതും നമ്മൾ അൺകണ്ടീഷണൽ ലവ് വിതറുന്നതും എന്തിനാ? അവർക്ക് വേണ്ടിയിട്ടാണോ? നമുക്ക് വേണ്ടിയാ. ആ മണ്ട ശിരോമണികളൊന്നും അറിയുന്നില്ല. നമ്മൾ ഫൊർഗീവ് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയാ, നമ്മുടെ മനസ്സിൻ്റെ ഭാരം കുറയാൻ വേണ്ടിയിട്ടാ, അല്ലേ? അതാണ് നമ്മൾ ഫ്രീ ആകണം. നമ്മൾ അങ്ങനെ ഫ്രീ ആകുമ്പോഴാണ് പ്രപഞ്ചം നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കത് ആ ചേഞ്ച് നിങ്ങൾ ഫീൽ ചെയ്തോ? നാളെ മുതൽ ഈ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കോ. നെക്സ്റ്റ്, ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് എന്താ? മനോഭാവത്തിൽ മാറ്റം വരുത്തണം. ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിംഗ് ശരിയല്ല. ഇതെനിക്ക് ദുഃഖം മാത്രമേ തരുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ എനിക്ക് ദുഃഖമാണ് കിട്ടുന്നത്, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ ആ പ്രോഗ്രാമിങ്ങിൽ എവിടെയോ തകരാറുണ്ട്. ആ പ്രോഗ്രാമിംഗ് മാറ്റിപ്പിടിക്കണം. അതിന് മനസ്സ് ശുദ്ധീകരിക്കണം. അതിൻ്റെ ഒരു ടൂളാണ് നമ്മുടെ മനോഭാവം മാറ്റിപ്പിടിക്കണം. ഇതുവരെ നമ്മൾ ഓരോ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരുന്ന രീതി ഒന്ന് മാറ്റുക. നെഗറ്റീവ് മാത്രമേ കാണുന്നുള്ളൂ എങ്കിൽ അതിനകത്തുള്ള പോസിറ്റീവ് കൂടി കാണാൻ പറ്റണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഓഫീസിലാണ്. ഓഫീസിൽ നമ്മുടെ ബോസ് നമ്മുടെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായി, ക്യാബിനിലോട്ട് വിളിപ്പിച്ചു. നമ്മൾ 99 കാര്യവും ശരിയായിട്ടാണ് ചെയ്തേ, പക്ഷേ ഒരു തെറ്റ് വന്നു. ആ തെറ്റെന്ന് പറയുന്നത് സ്ഥാപനത്തിന് കൂടുതൽ നഷ്ടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ബോസ് വിളിപ്പിച്ചിട്ട് നന്നായിട്ട് ഫയർ ചെയ്തു. എന്നാലും നിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാകാൻ പാടില്ല, നീ എന്താ ഉദ്ദേശിച്ചത്? ഇതെല്ലാം ഞാനല്ലേ ബെയർ ചെയ്യേണ്ടത്, ഇതെല്ലാം ഞാൻ ടോളറേറ്റ് ചെയ്യേണ്ടേ, ആരോടൊക്കെ ഞാൻ സമാധാനം പറയണം? ഇതൊക്കെ പറഞ്ഞിട്ട് ഈ ബോസ് ഇങ്ങനെ നന്നായിട്ട് ഫയർ ചെയ്തു. അപ്പം ഇത് കേട്ടിട്ട് തിരിച്ചു വന്ന് അവൻ്റെ സീറ്റിലിരിക്കുമ്പോൾ പറയാണ്, ഇങ്ങനെ ഇത് എവിടുന്ന് ഇറങ്ങി വന്ന്, ഇന്ന് രാവിലെ ഭാര്യയുമായിട്ട് പിണങ്ങിയാണ് ഇറങ്ങിയെന്ന് തോന്നുന്നു, ഇതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ടാണല്ലോ കൊണ്ടുവച്ചിരിക്കുന്നത്. ഞാൻ 99 കാര്യവും ശരിയായിട്ടാണ് ചെയ്തത്, പക്ഷേ ഈ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ശീലവും ഭാവവും ഒക്കെ മാറി. എന്നിട്ട് അടുത്തിരിക്കുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, എന്തായിരുന്നു ക്യാബിന് ബോസിൻ്റെ അടുത്ത് എന്തായിരുന്നു പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഞാൻ ഒരു കാര്യമേ തെറ്റായിട്ട് ചെയ്തുള്ളൂ, അതിനാണ് എന്നെ ഇത്രയും ഫയർ ചെയ്തത്. പിന്നീട് ഈ ബോസ് ചിലപ്പോൾ ഇതങ്ങ് മറക്കും. അദ്ദേഹം പിന്നെയും നമുക്ക് പോയി കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ് ക്യാൻറ്റീനിൽ പോകാമെന്ന് പറഞ്ഞ് വന്ന് വിളിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഗ്രഡ്ജ്, പക, റിവെഞ്ചാണ്. അതിന് പകരം നമ്മൾ വിചാരിക്കുക, 99 കാര്യം ഞാൻ ശരിയായിട്ട് ചെയ്തെങ്കിലും ആ ഒരു കാര്യം തെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ മാനസിക വിഷമം ഉണ്ടായി. ആ ഓഫീസിൽ മറ്റു മേലുദ്യോഗസ്ഥരോടെല്ലാം അദ്ദേഹം സമാധാനം പറയേണ്ടതായിട്ട് വരും, അല്ലേ? തന്നെയല്ല, ഈ ഒരു തെറ്റ് ഞാൻ ഇനിയും ചെയ്യരുതെന്ന് ഞാൻ പഠിച്ചില്ലേ, എൻ്റെ ഭാഗത്തുണ്ടായ ഈ ഒരു തെറ്റ് ഇനിയും കറക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ലേ? ശരി, അത് പോസിറ്റീവാണ്, അല്ലേ? അങ്ങനെ ആകുമ്പോൾ ഇദ്ദേഹം വൈകിട്ട് വീട്ടിൽ പോകുമ്പോൾ ഇത് കൊണ്ടുപോകുമോ? ഇല്ല. ഈ ഫയൽ അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഡിലീറ്റ് ചെയ്യും. നേരെ മറിച്ച് ഈ നെഗറ്റീവ് തോട്ടുമായിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു 2 ദിവസം, മിനിമം 2 ദിവസത്തേക്കെങ്കിലും മനസ്സിങ്ങനെ വല്ലാതെ നീറിക്കൊണ്ടിരിക്കും. എന്നാലും എന്നെ അങ്ങനെ പറഞ്ഞല്ലോ, എന്തോ ഒരു മനുഷ്യനാ, ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ നന്മയും അവിടെ ഇല്ലാതായി എന്ന്. പക്ഷേ അതിനകത്ത് പോസിറ്റീവ് കണ്ടപ്പോഴോ മൈൻഡ് ക്ലിയറായി. പിന്നെ ആ ബോസ് വന്ന് ക്യാൻറ്റീനിൽ പോകാൻ വിളിക്കുമ്പോൾ ഹാപ്പി ആയിട്ട് തോളെ കൈയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്.
ഇത് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും നമ്മൾ കാണുന്ന നമ്മുടെ മക്കളുടെ ഭാഗത്തായാലും മരുമക്കളുടെ ഭാഗത്തായാലും കൊച്ചുമക്കളുടെ ഭാഗത്തായാലും ജീവിത പങ്കാളിയുടെ ഭാഗത്തായാലും പേരൻസിൻ്റെ ഭാഗത്തു നിന്നായാലും സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നായാലും റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നായാലും ഒരു പ്രവൃത്തി നമുക്കിഷ്ടമില്ലാത്തത് വരുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഒന്ന് ആലോചിക്കുക. കാരണം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിങ്ങിൽ ഇതെല്ലാം നമുക്ക് വിഷമമായിട്ട് വരുന്നുണ്ട്, നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പൺ അപ്പ് ആകാൻ പറ്റുന്നില്ല, നമുക്ക് പ്രപഞ്ചത്തിൻ്റെ നല്ല അനുഭവങ്ങളൊന്നും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ നല്ല അനുഭവങ്ങളൊന്നും നമ്മളിലേക്ക് വരാത്തത്? നെഗറ്റീവ് തോട്ട്സ്, ഇതുപോലെയുള്ള ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഗ്രഡ്ജ്, നന്ദിയില്ലായ്മ. നന്ദി പറയണം, ഓപ്പണായിട്ട് പറയണം. താങ്ക് യു താങ്ക് യു താങ്ക് യു. നാളെ മുതൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയേ, താങ്ക്സ് പറഞ്ഞൊന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയേ. അപ്പോൾ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരുന്നത് കാണാം. അത് പല രൂപത്തിലായിരിക്കും, പല ഭാവത്തിലായിരിക്കും, ചിലപ്പോൾ ഒരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും. ലൈക്ക് മൈൻഡഡ് പേഴ്സണാലിറ്റീസ് നമ്മളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ജീവിതത്തിൽ നമുക്കൊരു കാര്യം ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിച്ചു തരാനായിട്ട് നമ്മളെപ്പോലെ അതേ വേവ് ലെങ്തിൽ ചിന്തിക്കുന്ന ആളുകൾ നമ്മളെ സമീപിക്കും. അതെങ്ങനെ സംഭവിക്കുന്നൊന്നും നമ്മൾ അറിയണ്ട. ഇറ്റ്സ് എ ലോ ഓഫ് അട്രാക്ഷൻ. അത് ലോ ഓഫ് അട്രാക്ഷൻ ആണ്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് വരും. എല്ലാവർക്കും അറിയാമായിരിക്കും ആൽക്കമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറയുന്ന വാചകം എന്താ? തീവ്രമായിട്ട് ഒരു കാര്യം തീവ്രമായിട്ട് നീ ആഗ്രഹിച്ചാൽ അത് സാധിച്ചു തരാനായി ഈ പ്രപഞ്ചം മുഴുവൻ ഗൂഢാലോചന നടത്തും. ഇവനിതെങ്ങനെ സാധിച്ചു കൊടുക്കാമെന്ന്, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആഗ്രഹിക്കുക, നന്മകൾ ആഗ്രഹിക്കുക. പോസിറ്റീവ് തോട്ട്സ് മാത്രം മതി ഉള്ളിൽ, നന്മകൾ മാത്രം ആഗ്രഹിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ, നമ്മുടെ ജീവിത പങ്കാളിയുടെ, നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും പോസിറ്റീവായിട്ട് മാത്രം ആഗ്രഹിക്കുക. അങ്ങനെ തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് സാധിച്ചു തരാനായിട്ട് പ്രപഞ്ചം ഓരോ വ്യക്തികളെ നമ്മളിലേക്ക് അയക്കും, അല്ലെങ്കിൽ ഒരു സാഹചര്യം, ഒരു സംഭവം. അതെങ്ങനെയാണെന്നൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, അത് വന്നോളും. ഓക്കെ, മാനിഫെസ്റ്റേഷനൊക്കെ ഒരുപാട് പറയാനുണ്ട്. നമുക്ക് ഈ 1 അവറിനകത്ത് ഒന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. സോ നമുക്കിന്ന് മൈൻഡ് പ്യൂരിഫിക്കേഷൻ മാത്രം പറഞ്ഞിട്ട് നിർത്താം. ഇനി ഒരവസരത്തിൽ കാണാം. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് മനസ്സിലായോ? ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ, എനിക്കറിയില്ലല്ലോ, ഓരോ വ്യക്തിയും യുണീക്കാണ്. അവരുടെയൊക്കെ ജീവിതം ഓരോരോ രീതിയിലാണ് പോകുന്നത്. അവരുടെ പ്രയാസങ്ങൾ പല പല പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനകത്തൊക്കെ എങ്ങനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണണം കാര്യങ്ങളെ? ആറ്റിറ്റ്യൂഡൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിക്കേ. ഇന്ന് മുതൽ ഭർത്താവ് ഉടക്കി നിൽക്കുന്ന ഭർത്താവാണെങ്കിൽ അദ്ദേഹത്തിനോട് നമ്മളിപ്പോൾ സമീപിക്കുന്ന രീതി ഒന്ന് മാറ്റി നോക്ക്. മദറിൻലോ ഇപ്പോൾ സമീപിക്കുന്ന രീതി ഒന്ന് മാറ്റി പിടിച്ചു നോക്ക്. നമ്മൾ അൺകണ്ടീഷണൽ ലവ് ചെയ്ത് നോക്ക്. ഫോർഗീവ് ചെയ്യ്. നമ്മളെ ദ്രോഹിക്കുന്ന എല്ലാ വ്യക്തികളോടും നമ്മൾ ഫോർഗീവ് ചെയ്യൂ. പ്രാക്ടീസ് ചെയ്യ്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്. ഇനിയുണ്ട് ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ. ബിലീഫ് അതായത് നമ്മുടെ തെറ്റായ ധാരണകൾ, തെറ്റായ വിശ്വാസങ്ങൾ. ബിലീഫ്, ജനിക്കുന്നത് മുതൽ തെറ്റായതും ശരിയായതുമായ കുറേ വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതിൽ തെറ്റായ ബിലീഫ് ഉണ്ടെങ്കിൽ അത് മാറ്റുക, പിഴുതു കളയുക, പറിച്ചു കളയുക മനസ്സിൽ നിന്ന്. ആവശ്യം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ എൻ്റെ ബാങ്കിൽ ജോലിക്ക് കയറിയപ്പോൾ ഞങ്ങൾ 3 പേര് ഒരുമിച്ചാണ് ജോലിക്ക് കയറിയത്. 3 ലേഡീസ്. ഞങ്ങൾ ഭയങ്കര ത്രിമൂർത്തികളെന്നാണ് ബാങ്കിൽ അറിയപ്പെടുന്നത് തന്നെ. അത്ര വലിയ തിക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ലെഷർ ടൈമിൽ ലഞ്ച് ടൈം കഴിയുമ്പോൾ എന്തെങ്കിലും തമാശ പറഞ്ഞൊക്കെ ചിരിക്കുമ്പോൾ ഒരാൾ സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ പെട്ടെന്നങ്ങ് ചിരി നിർത്തും. അപ്പോൾ എന്താന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ പലരും പറയുന്ന കാര്യമാണ്, ഞാൻ ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് ചിരിച്ചു പോയാൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ കരയേണ്ടി വരും. ഉറപ്പാ കരയും. എന്താ? അവരത് മാനിഫെസ്റ്റ് ചെയ്യുക. ബിലീഫ് സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്തിരിക്കുന്ന കാര്യമാണ്. ഓരോ പ്രാവശ്യം ഇത് പറയുമ്പോഴും, ഓരോ പ്രാവശ്യം അവർ ആ ചിരി കട്ട് ചെയ്ത് ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോഴും
സബ് കോൺഷ്യസ് മൈൻഡ് ഇത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുക. എന്താണോ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അത് വന്നുകൊണ്ടിരിക്കും. പ്രപഞ്ചം ഗൂഢാലോചന ചെയ്തുകൊണ്ടിരിക്കും. ഇവൻ ഇതെങ്ങനെ കൊടുക്കാം? വഴിയെ പോകുന്ന വയ്യാവേലി ഓട്ടോ വിളിച്ചെങ്കിലും വീട്ടിൽ കയറി വരും, ഇവരെ കരയിപ്പിക്കും. ആരെങ്കിലും വെറുതെ ഫോണിലെങ്കിലും എന്തെങ്കിലും ഒന്ന് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കും. കാരണം എന്താ? പ്രതീക്ഷിച്ചിരിക്കുവോ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ കരയണ്ടേ? അത് തെറ്റായ ബിലീഫല്ലേ? നമുക്ക് ആവശ്യമുണ്ടോ? ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്, ചെറിയൊരു എക്സാമ്പിൾ. സോ ഇങ്ങനെയുള്ള ബിലീഫുകൾ നമ്മൾ കളയണം. കഴിഞ്ഞ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതല്ലേ, ഹരിപ്പാട് അമ്പലത്തിൽ ഒരാനയുടെ കീഴിൽ കൂടെ ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഞൂലിച്ച് അല്ലേ, ഞൂലിച്ചപ്പോൾ എന്ത് ചെയ്തു? കുഞ്ഞ് കയ്യിൽ നിന്ന് താഴെ വീണു. ചോറൂണിന് കൊണ്ടുവന്ന പിഞ്ചു കുഞ്ഞാ, മാസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പം അത് കയ്യിൽ നിന്ന് താഴെ വീണിട്ട് ആനയുടെ കാൽക്കലാ വീണത്. ഭാഗ്യത്തിന് ആന കാല് പൊക്കുകയോ ചവിട്ടുകയോ ചെയ്തില്ല, പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ എടുത്തു. എന്തുകൊണ്ടാ അങ്ങനെ 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 ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടാ? തെറ്റായ വിശ്വാസം. ആനയുടെ കീഴിൽ കൂടെ കുഞ്ഞിനെ ഞൂലിച്ചാൽ, കുഞ്ഞുങ്ങളെ ഞൂലിച്ചു കഴിഞ്ഞാൽ അവർ ജീവിതത്തിൽ പിന്നെ ഭയക്കത്തില്ലെന്നാ പറയുന്നത്. അവർക്ക് പേടി മാറുക. ഇപ്പോൾ ഈ കൊച്ചു കുഞ്ഞിന് തിരിച്ചറിവില്ല, അതിന് സബ് കോൺഷ്യസ് മൈൻഡാണ് അതിന് കൂടുതൽ, അതിന് കോൺഷ്യസ് മൈൻഡ് ആയിട്ടില്ല. അതുകൊണ്ട് അതിനറിയില്ല, തിരിച്ചറിവില്ല. അതുകൊണ്ടാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ ചെന്ന് തീക്കകത്ത് പിടിക്കുന്നതും വെള്ളത്തിൽ വീഴുന്നതും ഒക്കെ. അവർക്ക് അറിയത്തില്ല, കോൺഷ്യസ് മൈൻഡ് ഇല്ല, സബ് കോൺഷ്യസ് ആണ് കുഞ്ഞുങ്ങൾക്ക്. ഒരു 6-7 വയസ്സൊക്കെ ആയെങ്കിലേ നന്നായിട്ട് ആ കോൺഷ്യസ് മൈൻഡ് നന്നായിട്ട് പ്രവർത്തിച്ചു വരുവുള്ളൂ. കുഞ്ഞിനറിയില്ല. നേരെ മറിച്ച് 3, 4, 5 ഒക്കെ വയസ്സുള്ള കുഞ്ഞുങ്ങളെയും ഇതുപോലെ ആനയുടെ കീഴിൽ കൂടെ ഞൂലിക്കും. ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ട്രോമയെ ജീവിതകാലം മുഴുവൻ കിടക്കത്തില്ലേ? ആ പേടി. ഭീമാകാരനായ ഒരാനയുടെ കീഴിൽ കൂടെ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ ആ കുഞ്ഞ് പേടിക്കത്തില്ലേ? അതെങ്ങനെ? അത് ട്രോമയായിട്ട് അതിൻ്റെ ജീവിതകാലം മുഴുവൻ മനസ്സിൽ കിടക്കത്തില്ലേ? അതിന് പകരം ഇവരെന്താ വിചാരിച്ചിരിക്കുന്നേ? വിഡ്ഢികളായ ആളുകൾ വിചാരിക്കുന്ന ബിലീഫാണ്. ബിലീഫ്. ആനവാല് കൊണ്ട് മോതിരം ഉണ്ടാക്കിയിട്ടാൽ, ആനവാല് കൊണ്ട് വളയുണ്ടാക്കിയിട്ടാൽ, ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ടാൽ പിന്നെ ആ കുഞ്ഞ് ജീവിതത്തിൽ പേടിക്കത്തില്ല. അത്ര അബദ്ധമായ വിശ്വാസങ്ങളാ. ആ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയിരുന്നെങ്കിലോ? അതാ പിന്നെ പേടിക്കേണ്ടി വരത്തില്ല. ബിലീഫ്. ഇതുപോലെ അനാവശ്യമായ ബിലീഫുകൾ നമ്മളുടെ മനസ്സിൽ പലതും പറ്റിക്കൂടിയിട്ടുണ്ടായിരിക്കും. അതിനെ പറിച്ചു മാറ്റുക, അവിടെ പോസിറ്റീവ് ബിലീഫ് കൊണ്ടുവരിക. നമുക്ക് ഇന്ന് മുതൽ, ഈ ഒരു മൊമെന്റ് മുതൽ ഒള്ളി പോസിറ്റീവ് മാത്രം മതി. പോസിറ്റീവ് മാത്രം. നമ്മൾ ചിന്തകളെല്ലാം പോസിറ്റീവ് മതി. തോട്ട് അനാലിസിസ് എടുക്കുക. നമ്മുടെ കഴിവുകൾ എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണ്, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, ത്രെറ്റ്സ് എന്തൊക്കെയാണ്, ഇത് മനസ്സിലാക്കുക. നമ്മളുടെ ലൈഫ് ഒന്ന് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാറ്റേൺ ഒന്ന് മാറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം, അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യണം, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണം. ബിലീഫുകൾ, തെറ്റായ ബിലീഫുകൾ നമുക്ക് മാറ്റി അവിടെ പുതിയ വിശ്വാസങ്ങളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കണം. മൈൻഡ് പ്യൂരിഫിക്കേഷൻ്റെ 5 ടെക്നിക്കുകളാണിത്. ഇത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ അട്രാക്റ്റ് ചെയ്യപ്പെട്ടോളും. ഓക്കെ. ഏതൊരു ക്രൗഡിനിടയിലും നമ്മൾ യുണീക്കായിരിക്കണം. നമ്മളുടേതായ ഒരു സിഗ്നേച്ചർ ഈ ലോകത്ത് ഇട്ടിട്ട് വേണം നമുക്ക് ഈ ലോകത്ത് നിന്നും പോകാൻ. അതിന് ഇന്നു മുതൽ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുക. ഒന്നും വേണ്ട, ആ ആറ്റിറ്റ്യൂഡൊന്ന് ചേഞ്ച് ചെയ്താൽ മതി. നിങ്ങൾ തോട്ട്സ് ഒന്ന് മാറ്റി പിടിച്ചാൽ മതി. നെഗറ്റീവായിട്ട് വരുന്ന തോട്ട്സ് ഒന്ന് മാറ്റി അവിടെ പോസിറ്റീവ് ആക്കുക. ഉറങ്ങിപ്പോയി. പോസിറ്റീവ് ആക്കുക. എപ്പോഴും പോസിറ്റിവിറ്റി മാത്രം മതി. നമുക്ക് നമ്മളുടേതായ സിഗ്നേച്ചർ ഇട്ട് പോകണം ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ.
നമുക്ക് എന്താണോ നമ്മുടെ പാഷൻ എന്താണോ അത് കണ്ടിന്യൂ ചെയ്. നല്ലൊരു സ്കില്ല് വളർത്തിയെടുക്ക്. ഒരു ലാംഗ്വേജ് പുതിയതായിട്ട് പഠിക്ക്. എന്താണ് ആഗ്രഹം? ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാനാണോ ഇഷ്ടം? അത് പഠിക്ക്. പ്രായം ഒരു പ്രശ്നമല്ല. ഡാൻസ് ആണെങ്കിൽ ഡാൻസ് പഠിക്ക്, പാട്ടാണെങ്കിൽ പാട്ട് പഠിക്ക്, ഓടക്കുഴലെങ്കിൽ ഓടക്കുഴല്. എന്താണോ ആഗ്രഹം? ജീവിതം ഒന്നേ ഉള്ളൂ, അത് മീനിങ് ഫുൾ ആക്കുക. കരഞ്ഞും വിളിച്ചും ഇരിക്കാതെ ജീവിതം എൻജോയ് ചെയ്യ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല നമ്മളിങ്ങനെ സാഡായിട്ട്, അല്ലെ എപ്പോഴും ഇങ്ങനെ മുറുമുറുത്ത്, എപ്പോഴും പരാതി പറഞ്ഞ് പരിദേവനങ്ങളുമായിട്ടിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ ജീവിത പങ്കാളിക്കോ ഇഷ്ടമല്ല. കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. നമ്മൾ എവിടെങ്കിലും ഒന്ന് കിടക്കുമ്പോൾ വയ്ക്കും, എന്താ തലവേദന അല്ലേ, പോയി മരുന്ന് വാങ്ങിച്ചൂടായോ അല്ലേ, എന്നാലും കിടക്കരുത്, പോയി മരുന്ന് വാങ്ങിച്ചോ എന്ന് പറയും. അതാണ്, പോയി മരുന്ന് വാങ്ങിച്ചൂടായോ. അപ്പം അവർക്ക് ഇഷ്ടമല്ല നമ്മളവിടെ സുഖമില്ലാതെന്ന് പറഞ്ഞ് കിടക്കുന്നതും. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യണ്ടേ? നമ്മളെപ്പോഴും പോസിറ്റിവിറ്റി റേഡിയൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കണം, ആക്റ്റീവായിട്ടിരിക്കണം. അതാ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. അല്ലെങ്കിൽ അവർ വളർന്നു വരുമ്പോൾ അവരൊരു കൗൺസിലറിൻ്റെ അടുത്ത് പോകേണ്ടി വരും. അവിടെ ചെന്നിരുന്നോണ്ട് അവർ പറയും, എനിക്ക് മാഡം അല്ലെങ്കിൽ എനിക്ക് സാർ കുറേ ട്രോമാസ് ഉണ്ട്, കുഞ്ഞുനാളിൽ എൻ്റെ മനസ്സിൽ കയറിയ കുറേ ട്രോമാസ് ഉണ്ട്. എന്താ ട്രോമ എന്ന് ചോദിക്കുമ്പം പറയും, എൻ്റെ പേരൻസ് അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളവാ, വീട്ടിൽ സമാധാനമില്ലായിരുന്നു, അമ്മ എപ്പോഴും കരച്ചിലാ, അമ്മ എപ്പോഴും പരാതിയും പരിഭവമാണ്. അതൊരു ഡിസ്ഫങ്ഷണൽ ഫാമിലി അറ്റ്മോസ്ഫിയർ വരും. ഫങ്ഷണൽ ഫാമിലി ഉണ്ട്, ഡിസ്ഫങ്ഷണൽ ഫാമിലി ഉണ്ട്. ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ എന്താ അംഗങ്ങളുടെ ഒരു മനസ്സിൽ അവർ ഉത്കണ്ഠ, ദെൻ വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഓരോരുത്തരുടെയും മനസ്സിൽ വെപ്രാളമാണ് അല്ലേ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയാൽ അവർക്ക് ഇനി അച്ഛൻ വൈകിട്ട് വരുന്നത് ഏത് രീതിയിലായിരിക്കുമോ, വഴക്കുണ്ടാവുമോ, അച്ഛനും അമ്മയും കൂടെ വഴക്കുണ്ടാവുമോ, ഇതൊക്കെ ആയിരിക്കും അവരുടെ ആലോചന. അവർക്കൊരു അരക്ഷിതത്വ ബോധമായിരിക്കും. ഒരിക്കലും കുഞ്ഞുങ്ങൾക്കൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവില്ല ഡിസ്ഫങ്ഷണൽ ഫാമിലിയിൽ. നമ്മൾ അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. കുഞ്ഞുങ്ങൾ നമ്മുടെ നിധികളാണ്. അവരെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരിക. നല്ല കാര്യം, നമ്മളവർക്ക് റോൾ മോഡലാകണം. കുഞ്ഞുങ്ങൾക്ക് റോൾ മോഡലാകണം. നമ്മളെപ്പോഴും താങ്ക്സ് പറയുമ്പോൾ, ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കൊണ്ടുവരുമ്പം അവരുടെ മുഖത്ത് നോക്കി നമ്മൾ താങ്ക് യു പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഡോറ് തുറന്ന് തരുന്ന സെക്യൂരിറ്റി ഉണ്ട്, സെക്യൂരിറ്റിക്ക് താങ്ക് യു പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ 2 കണ്ണുകളും 2 കാതുകളും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരും വിചാരിക്കും, ഇത് കൊള്ളാമല്ലോ, നല്ല കാര്യമാണല്ലോ, താങ്ക്സ് പറയാ, താങ്ക് യു. അവരും നാളെ എന്ത് ചെയ്യും? താങ്ക്സ് പറഞ്ഞ് ശീലിക്കും. നമ്മുടെ വീട്ടിലൊരാൾ വരികയാണെങ്കിൽ ചെയർ നീക്കിയിട്ട് കൊടുക്കും അവർ, അല്ലേ? എന്താ വേണ്ടത്, വെള്ളം വേണോ, അല്ലെങ്കിൽ അമ്മ ഓടി വന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് വരും, അല്ലെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരും. നമ്മൾ എന്താണോ അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത് അതാണ് അവർ. ആസ് എ മാൻ തിങ്കത്ത് സോ ഈസ് ഹീ. അതാരാ പറഞ്ഞേ? മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മൾ. അത് ഈ കോണ്ടെക്സ്റ്റിലല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ പോസിറ്റിവിറ്റിയാണ് മനസ്സിൽ ചിന്തിക്കുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും വന്നു കയറുന്നത്. അപ്പോൾ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. ചേമ്പലപ്പുറത്ത് വെള്ളം വീഴുന്നത് പോലെ ഇത് കളയരുത്. ഓക്കെ? എങ്ങനെയാ ചേമ്പലപ്പുറത്ത് വെള്ളം വീഴുന്നേ? അതതിൻ്റെ പാട്ടിന് പോവും, ചേമ്പല അതുപോലെ ഇരിക്കും. അങ്ങനെ അല്ല. നാളെ മുതൽ ഇത് പ്രാക്ടീസ് ചെയ്തോളൂ. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തോ, ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്തോ, ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് അത് പ്രാക്ടീസ് ചെയ്തോ, അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്തോ. ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ യുണീക്കായിരിക്കട്ടെ. ഏതൊരു ക്രൗഡിനിടയിലോട്ടും നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മളുടെ തല ഉയർന്ന് നിൽക്കട്ടെ. ശ്രദ്ധിക്കപ്പെടണം. ദൂരെ നിന്നും നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ ശ്രദ്ധിക്കപ്പെടണം. അത് നമ്മുടെ പോസിറ്റീവ് ഓറയായിരിക്കണം.
നമ്മുടെ ഓറ എപ്പോഴും പോസിറ്റീവാക്കി വെക്കുക, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചോണ്ട് നടക്കുക. ആർക്കും ഒരു നഷ്ടവും വരാനില്ല ഒന്ന് ചിരിച്ചെന്ന് വിചാരിച്ചല്ലേ. ചിരിക്ക്, സന്തോഷമായിട്ടിരിക്കുക. ഇന്ന് മുതൽ ഭർത്താവിൻ്റെ അടുത്തും അമ്മായിയമ്മയുടെ അടുത്തും കുഞ്ഞുങ്ങളുടെ അടുത്തും അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഒക്കെ ഹാപ്പി ആയിട്ടിരിക്കുക. സന്തോഷം മാത്രം മതി നമുക്ക് ജീവിതത്തിൽ. നമുക്ക് മറ്റൊരു പ്രശ്നമില്ല. എല്ലാം നല്ലതായിട്ടേ വരുമെന്ന് കാണുക മനസ്സിൽ. ഇതെല്ലാം മാറും. ദിസ് വിൽ ഓൾസോ പാസ്, ദിസ് വിൽ ഓൾസോ പാസ്. ഇതും കടന്നു പോകും. നമ്മൾ ജനിച്ച് ഇത്രയും നാളിൽ എന്തെല്ലാം പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? എന്തെല്ലാം പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അതെല്ലാം സ്ഥിരമായിട്ട് നിൽക്കുകയാണോ? എല്ലാം പോവും, എല്ലാം മാറി. വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ ഈസി ആയിട്ട് മാറിപ്പോവും. ഇങ്ങനെയുള്ള അനുഭവങ്ങളില്ലേ? എത്രയോ ഉണ്ട്. മല പോലെ വന്ന് എലി പോലെ പോയി. നമ്മളൊരു കാര്യം എങ്ങനെ ഇത് ഭർത്താവിൻ്റെ അടുത്ത് അവതരിപ്പിക്കും, അയ്യോ എന്നെ കൊല്ലും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് ചില ഇൻഡ്യൂഷൻസ് നമുക്ക് കിട്ടും ഇല്ലേ? ആ ഇൻഡ്യൂഷൻസ് നീ ഇങ്ങനെ പറഞ്ഞാൽ മതി, നീ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് നമുക്ക് രാവിലെ ഇൻഡ്യൂഷൻസ് കിട്ടും. എനിക്ക് സാധാരണ ഉണർന്ന് എഴുന്നേൽക്കുമ്പോഴാണ് രാവിലെ ആ സബ് കോൺഷ്യസ് മൈൻഡ് ഇങ്ങനെ ക്ലോസായി വരുന്നേ ഉള്ളൂ, കോൺഷ്യസ് മൈൻഡ് ഓപ്പണായി വരുന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് ഇൻഡ്യൂഷൻസ് വരും. നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ അനുഭവം ഉണ്ടോ? ചിലപ്പോൾ നമ്മൾ ബാത്റൂമിലിരിക്കുമ്പോഴായിരിക്കും ഈ ഒരു തോന്നൽ വരുന്നത്. അത് അപ്പം തന്നെ രേഖപ്പെടുത്തി വെക്കണം. ഫ്ലാഷ് ബുക്ക് എപ്പോഴും കരുതി വെക്കണം. അടുക്കളയിൽ ഒരു പേനയും ഒരു കുഞ്ഞു ഡയറിയും വെച്ചേക്കണം. ഇങ്ങനെ വരുന്ന ഇൻഡ്യൂഷൻസൊക്കെ അപ്പം തന്നെ രേഖപ്പെടുത്തി വെക്കണം. അതല്ല ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഞാൻ എന്തായിരുന്നോ എന്ന് ആലോചിച്ചാൽ കിട്ടത്തില്ല, മറന്നുപോകും. അപ്പോൾ തന്നെ അതെ 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 ഫ്ലാഷ് ബുക്ക്, ഫ്ലാഷ് നോട്ട്, ഇതെന്ന് പറയുന്നത് ഗോഡ്ലി ഐഡിയാസാ. ഗോഡ്ലി ഐഡിയാസ്, ദൈവം തരുന്ന ഹിൻറ്റുകളാണ്. നീ ഇങ്ങനെ ചെയ്യണം. നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിട്ട് അത് തന്നെ തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പ്രപഞ്ചം ചില ഇൻഡ്യൂഷൻസ് നമുക്ക് തരും. നീ ഇതുവഴി പോയാൽ മതി, നീ ഇങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ? അപ്പം തന്നെ അത് നോട്ട് ചെയ്ത് വെക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്തോ. കാരണം ആര് പറയുന്നതാ ഇതൊക്കെ? മുകളിൽ നിന്ന് പറയുന്നതാ. നമ്മളത് അതുപോലെ അനുസരിച്ചോളൂ. എവിടെയും യുണീക്ക് ആവുക, എവിടെയും എലഗൻ്റ് ആവുക, ക്ലാസി ലുക്ക് ആവുക. ഓക്കെ, ഞാൻ എന്തിനാ ഈ സാധനമൊക്കെ ഇട്ട് ഇന്നിപ്പോൾ രാവിലെ ഇവിടെ വന്ന് 2 സഹോദരിമാരായ എന്നെ സഹായിച്ച ഈ ഓവർകോട്ടൊക്കെ ഇടാൻ. മനസ്സിലായോ? കാരണം ഇന്ന് ഭയങ്കര മഴയാണ്. വെളുപ്പിനെ 5 മണിക്ക് ഇറങ്ങിയതാ, 5:30 ഇറങ്ങിയതാ. ഇടി വെട്ടി മഴ പെയ്യുക. സാരി പോലെ ഇവിടെ വന്ന് ഉടുത്താൽ മതി എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്ത് ചെയ്തു? സാരി ഉടുത്തോണ്ടെങ്കിൽ വന്നു, കോട്ടെടുത്ത് കൈവച്ചു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവരെന്നെ ഹെൽപ്പ് ചെയ്തു ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ. നമ്മളുടെ ലുക്ക് എപ്പോഴും മാന്യമാക്കി വെക്കണം, എലഗൻ്റ് ആക്കി വെക്കണം, ക്ലാസി ആയിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ അപ്പിയറൻസ് അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താ? നമ്മുടെ ആഹാരം. നല്ല ഒരുപാട് വില കൂടിയ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് കിട്ടുന്ന അവൈലബിളായിട്ടുള്ള പോഷകാഹാരങ്ങൾ അത് നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ, അതെപ്പോഴും മനസ്സിലിരിക്കുക. നമ്മളെല്ലാവരുടെയും കടമകൾ ചെയ്ത് നടക്കുക അല്ലേ? മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടിയിട്ട്, അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ട്, അമ്മായിയമ്മയ്ക്ക് വേണ്ടിയിട്ട്, അമ്മായി അച്ഛന് വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒക്കെ ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ഇടയ്ക്ക് നമ്മുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് ഉറങ്ങ്. ഗുഡ് സ്ലീപ്പ്, സൗണ്ട് സ്ലീപ്പ്, നല്ല ഉറക്കം, നല്ല ചിന്തകൾ, നല്ല ആഹാരം, എക്സർസൈസ് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് പെരയുടെ 4 വശവും ആഞ്ഞ് കൈവീശി അങ്ങ് നടന്നോ. ആർക്കും ജിമ്മിൽ പോയി പൈസ കൊടുക്കണ്ടല്ലോ. കൊടുക്കണോ? വേണ്ട. എല്ലാ ദിവസവും സമയമില്ലെന്ന് പറയും. എന്നും എഴുന്നേൽക്കുന്നതിനേക്കാൾ അരമണിക്കൂർ മുൻപ് എഴുന്നേക്ക്. അരമണിക്കൂർ മാത്രം മുൻപ് എഴുന്നേക്ക്.
കൈവീശി ആഞ്ഞ് കൈവീശി നടന്നോ, ബോഡി ഒന്ന് എനർജറ്റിക് ആവും. ഇന്ന് വെളുപ്പിനെ ഞാൻ ഭയങ്കര ഇടിയും മഴയുമാണ്, ഇങ്ങോട്ട് വരണം, പക്ഷെ എന്നാലും ഒരു 10 മിനിറ്റെങ്കിലും നടക്കാമെന്ന് വിചാരിച്ച് ട്രെഡ്മില്ലിൽ കയറി നടന്നു. കാരണം നമുക്കത് ശീലമായി കഴിഞ്ഞാൽ ഒരു 21 ഡേയ്സ് എങ്കിലും നമ്മളിത് പ്രാക്ടീസ് ചെയ്യാം. മുടങ്ങാതെ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നമ്മുടെ ഹാബിറ്റ് ആയിക്കോളും എന്നാണ് അറിവുള്ളവരൊക്കെ പറയുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്തോ, പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടും അത് ചെയ്തോളും. എക്സസൈസ് ഡോക്ടർ ഡിസ്ക് വയ്യാത്തവരോ കാലിൻ്റെ മുട്ട് വയ്യാത്തവരോ ഒക്കെ ആണെങ്കിൽ ഡോക്ടറോട് പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു തരുന്ന എക്സസൈസ് ചെയ്ത് അത് മതി. അല്ലാതെ നമ്മളായിട്ട് ഈ പ്രായമുള്ള അവസ്ഥയിൽ എക്സസൈസ് ഒന്നും കണ്ടുപിടിച്ച് ചെയ്യേണ്ട. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എക്സസൈസുകൾ അത് നമ്മൾ ചെയ്തോളുക. അപ്പോൾ എന്തൊക്കെയാ? ന്യൂട്രീഷ്യസ് ഫുഡ്, നല്ല ശുദ്ധമായ വെള്ളം, നല്ല ഉറക്കം, അപ്പിയറൻസ് അത് നമ്മുടെ കയ്യിലാണ്, നമ്മളാണ്. നമുക്ക് ഒരുപാട് വില കൂടിയ കോസ്റ്റ്യൂമൊന്നും വേണ്ട. നമുക്കുള്ളത് നമ്മളുടെ ശരീരത്തിന് അനുസരണമായ രീതിയിൽ മാന്യമായിട്ട് വസ്ത്രം ധരിക്കാം, അല്ലേ? അത് നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ഇത്രയും ആളുകളുടെ മുന്നിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ തന്നെയാണ്. എനിക്ക് ഇവിടെ കാണുന്നോ, അവിടെ കാണുന്നോ, ഇവിടെ പിടിക്കണോ, അവിടെ പിടിക്കണോ, പിന്നെ ഒരു കാര്യമുണ്ട്. ഇത് എനിക്ക് ഈ കോസ്റ്റ്യൂം ഞാൻ പറഞ്ഞ രീതി തയ്ച്ചു തന്നത് ശിഖയാണ്. ശിഖ, കായംകുളത്തുള്ള ശിഖ സിയ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ബൊത്തിക്ക് നടത്തുന്നു. ഇവിടുത്തെ തിരുമേനി ശിഖയെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ കൊണ്ട് എനിക്ക് 2 ദിവസം കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് തരണം, എനിക്കിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി എവിടാ മാഡം? ഞാൻ പറഞ്ഞു ഇടുക്കിയിലാണ് മോളെ വെച്ച്. ഇടുക്കിയിൽ മാത്മാറിയം അതിൻ്റെ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അതെ. മോക്ക് എങ്ങനെ അറിയാം? എനിക്ക് അതിശയമായി, കായംകുളത്തുള്ള ആ കുഞ്ഞിന് ഇതെങ്ങനെ അറിയാമെന്ന്. അപ്പം എന്നെ തിരുമേനി പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ പേജിനകത്ത് തിരുമേനി ഈ പ്രോഗ്രാം നോട്ടീസ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലേ അത്? ഇത് ആരെ കൊണ്ട് തയ്പ്പിക്കും എന്ന് ഞാനിങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഇങ്ങനൊരു കുട്ടിയെ കിട്ടിയില്ലേ. ചെന്നപ്പോൾ അവളുടെ ഡ്യൂട്ടിയായി എന്നെ ഒരുക്കി ഇങ്ങോട്ട് വിടേണ്ടത്. മനസ്സിലായോ? അപ്പോൾ എത്ര ഈസി ആയിട്ട് എൻ്റെ കാര്യം നടന്നു. ഞാൻ ആ റിസപ്ഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, മാഡം ഇനി ജൂണിലേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ പുതിയ തയ്യൽ, കാരണം ബംഗാളികളെല്ലാം നാട്ടിൽ പോയിട്ട് വന്നിട്ടില്ല, സ്റ്റിച്ച് ചെയ്യാൻ ആരും ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഓണർ ആരാ, എനിക്ക് അതിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിയെ വരുത്തി അതിനോട് സംസാരിച്ചപ്പോൾ അവൾ പിന്നെ എന്നെ എങ്ങനെ ഹാപ്പിയാക്കി, എങ്ങനെ ചെയ്ത് എന്നെ വിടണം. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ അല്ലേ അത്? നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിച്ചാൽ ലൈക്ക് മൈൻഡഡ് പേഴ്സണാലിറ്റീസ് നമ്മളെ അട്രാക്റ്റ് ചെയ്യും. പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങളെ സമീപിക്കുക, ഭംഗിയായിട്ട് തരും. ഒരു ഓഫീസിൽ പോയാലും കോൺഫിഡൻസ് ആയിട്ട് വേണം കയറി ചെല്ലാൻ. നമ്മുടെ മുഖത്ത് നോക്കി നെഗറ്റീവ് പറയാൻ അവരൊന്നും മടിക്കും. പറഞ്ഞാട്ടെ അതെൻ്റെ ആ വാക്യം എത്ര നമ്പറൊക്കെ ഒന്ന് പറഞ്ഞേ. ആ ആ ആ 1 തിമോത്തി 2:9 വാക്യം കുറിച്ചു വച്ചു. ആ ആ ഓ അലങ്കരിക്കണം സ്വബോധത്തോടെ എന്ന് പറയുന്നത് എന്താ? അവയർനെസ്. നമ്മൾക്ക് നമ്മളിലൊരു അവയർനെസ് ഉണ്ടാകണം. ഞാൻ ആരാണ്, അല്ലേ? ഞാൻ ആരാണ് എന്ന ഒരു ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ അലങ്കരിക്കും. നമ്മൾ നമ്മളെ ഭംഗിയായിട്ട് അലങ്കരിച്ചുകൊണ്ട് നടക്കും. നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പരിചയമുള്ള
ആൾക്കാരെല്ലാം വൃത്തിയായിട്ട് തന്നെ ഒരു സാരിയൊക്കെ ഞൊറിഞ്ഞുകൊടുത്ത് കുഞ്ഞു കമ്മല്, കുഞ്ഞു പൊട്ട്, പുറകിലൊരു അമ്മക്കെട്ടും ഒക്കെ ആയിട്ട് ഒരു പരമ്പരാഗതമായ ഒരു ശൈലി, അങ്ങനെയല്ലേ? അതാണ് രസാ. ഇതെൻ്റെ സിഗ്നേച്ചറാണ് മാഡം, ഇതെൻ്റെ സിഗ്നേച്ചറാണ്. ഏതാണ്ട് 25-30 വർഷമായിട്ട് ഞാൻ ഈ ഹൈനെക്ക് ബ്ലൗസുകളെ ധരിക്കാറുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ സിഗ്നേച്ചറാണ്. ബാങ്കിൽ വരുന്നവരായാലും പറഞ്ഞാൽ ഹൈനെക്ക് ബ്ലൗസ് ഇട്ട മാഡം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഡ്രസ്സിങ് സ്റ്റൈലിലും നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിലും എല്ലാം നമ്മളുടേതായ സിഗ്നേച്ചർ ഇട്ട് പോകണം. ആരുടെ മുന്നിലും കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കണം. ആ കോൺഫിഡൻസ് ഉണ്ടാകണം. ആ കോൺഫിഡൻസ് ഉണ്ടാകാനാണ് ഞാൻ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ്, ഒന്നുകൂടി പറയാം, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, അൺകണ്ടീഷണൽ ലവ്, ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ്, ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ. കറക്റ്റായിട്ട് ഈ 5 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും, സെൽഫ് എസ്റ്റീം ഉണ്ടാകും, അഭിമാനബോധം. നമുക്ക് നമ്മളിലൊരു അഭിമാനബോധം ഉണ്ടാകണം. നമ്മൾ നമ്മളെ വില വെച്ചില്ലെങ്കിൽ ഒരാളും നമ്മളെ വില വയ്ക്കത്തില്ല. ഒരാളും. നമ്മളുടെ സംഭാഷണത്തിൽ സ്പെസിഫിക് ആവട്ടെ. ഞാൻ പറയുന്നത് ബ്ലാ ബ്ലാ ടോക്കിംഗ് ഒഴിവാക്കുക. എന്തോ ബ്ലാ ബ്ലാ ടോക്കിംഗ്? ചുമ്മാതെ ഇങ്ങനെ അലച്ചോണ്ടിരിക്കുക. അപ്പോൾ കൊച്ചുങ്ങൾ പറയുന്നതാ, അമ്മ ഇങ്ങനെ, ഈ അമ്മ ഇങ്ങനെ. ഭർത്താവ് പറയുന്നതോ, അവളിതിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. അത് ഒഴിവാക്കണം. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയുക. ഒരുപാട് സംസാരിക്കാതെ കുറച്ച് സംസാരിക്കുക, കാര്യങ്ങൾ സംസാരിക്കുക. എവിടെയും വിലയുണ്ടാകണം നമുക്ക്. അത് ഇപ്പോൾ ചിലർ ആലോചിക്കും, ഭർത്താവിൻ്റെ മുമ്പിലാണോ വില വെക്കുന്നത്, അല്ലെങ്കിൽ കൊച്ചുങ്ങളുടെ മുമ്പിലാണോ ഇനി നമുക്ക് വില വെക്കുന്നത്? അങ്ങനെ അല്ല. നമ്മളൊരു ഇൻഡിവിജ്വലാ, നമ്മളൊരു വ്യക്തിയാ. ഈ വ്യക്തിക്ക് അഭിമാനമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ചിന്തകൾക്ക് പ്രാധാന്യം കൊടുക്കണം, കോൺഫിഡൻ്റ് ആയിരിക്കണം. എവിടെയും കയറി ചെല്ലുമ്പോൾ നമ്മൾ ആ പോസിറ്റീവ് ഓറ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വ്യക്തികളുടെ മുന്നിലും നമ്മൾ പോസിറ്റീവായിരിക്കണം. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അവർ നെഗറ്റീവ് കൊണ്ടായിരിക്കും വരുന്നത്, പക്ഷേ നമ്മളുടെ പോസിറ്റിവിറ്റി കാണുമ്പം അവർ നെഗറ്റീവ് എല്ലാം മടക്കി പോക്കറ്റ് വെക്കും, അല്ലേ? അപ്പോൾ ഓൾവേസ് സ്മൈൽ. ചിരിക്ക്, വിഷമിക്കരുത്. എല്ലാവരുടെയും മുഖത്ത് ആ ചിരി ഉണ്ടാകണം എപ്പോഴും. ഈ 3 ദിവസങ്ങൾ നിങ്ങളിപ്പോൾ ഇന്നലെ മുതലല്ലേ ഇവിടെ? അതെ, ഇന്നലെ, ഇന്ന്, ഇനി നാളെ, അല്ലേ? ഈ ഒരു പുണ്യഭൂമിയായിട്ട് കണക്കാക്ക്. മനസ്സ് റിസപ്റ്റീവാക്കി വെക്ക്. എന്താ റിസപ്റ്റീവ് ആകുക എന്ന് വെച്ചാൽ എന്തും സ്വീകരിക്കണം. നമ്മളെല്ലാം സ്വീകരിക്കണം. അപ്പം ഇവിടുന്ന് കേൾക്കുന്ന നല്ല കാര്യങ്ങളെല്ലാം ഇന്നലെ മുതൽ ഇനി നാളെയും കേൾക്കാനിരിക്കുന്നതും കാണുന്നതും ഈ ഒരു വൈബ്, എല്ലാവരെയും കാണുന്ന ഈ ഒരു വൈബ് ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുക. ഈ നന്മകൾ ഈ പുണ്യഭൂമിയിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ, നാളെ നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഹൈ ഫ്രീക്വൻസി ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കണം, ഹൈ വാല്യൂ ഉള്ള വ്യക്തികളായിരിക്കണം, നല്ല മൂല്യമുള്ള. ഇപ്പോൾ നിൽക്കുന്ന ഒരു ഓർബിറ്റ് ഉണ്ട്, ഒരു ഓർബിറ്റ്, ഒരു സർക്കിൾ, അല്ലേ? അതാ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ നിൽക്കുന്ന ഒരു ഓർബിറ്റ് ഉണ്ട്. നമ്മളുടെ മൂല്യങ്ങൾ, നമ്മളുടെ പ്രവർത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മളുടെ സാഹചര്യങ്ങൾ, എൻവയോൺമെൻറ്റ്, ഇതെല്ലാമാണല്ലോ നമ്മളുടെ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഈ ഓർബിറ്റിൽ നിന്നും നമുക്ക് എന്താ വേണ്ടേ? നെക്സ്റ്റ് ഓർബിറ്റിലേക്ക് കടക്കണം, അടുത്ത ഓർബിറ്റിലേക്ക് കടക്കണം. കൂടുതൽ സന്തോഷമുള്ള, കൂടുതൽ പോസിറ്റീവായിട്ടുള്ള, കൂടുതൽ നന്മയുള്ള, കൂടുതൽ ലെഗസി ഉണ്ടാകുന്ന ആ നെക്സ്റ്റ് ഓർബിറ്റിലേക്ക് കടക്കണം. അതിനാണ് ഈ കാര്യങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ അടുത്ത ലെവലിലേക്ക്, അടുത്ത ഓർബിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കത്തില്ല. ഉണ്ടാവുമോ? ഇല്ല. നമ്മൾ പിന്നെ പഴയതിലോട്ട് പോവോ? ഇല്ല. കാരണം ഇതിൻ്റെ ഒരു വാല്യൂ അറിഞ്ഞു കഴിയുമ്പോൾ, നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായി കഴിയുമ്പോൾ, നമുക്ക് സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം ഉണ്ടായി കഴിയുമ്പോൾ, നമ്മളെ കാണുന്ന വ്യക്തികൾ നമ്മളെ ബഹുമാനിക്കാൻ തുടങ്ങും. ഉറപ്പായിട്ടും ബഹുമാനിക്കത്തില്ലേ? ബ്ലാ ബ്ലാ ടോക്കിംഗ് ഒഴിവാക്കി ആവശ്യത്തിന് കാര്യങ്ങൾ സംസാരിച്ച് ഹൈ വാല്യൂ ചിന്തിക്കുന്ന വ്യക്തിയായിട്ട്
ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്ത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന നമുക്ക് നമ്മുടെ മുന്നിൽ എല്ലാവർക്കും ഉറുമ്പിൻ്റെ വലിപ്പേ കാണത്തുള്ളൂ. നമ്മളൊരു ആന പോലെ ആവും. നമ്മളൊരു ആന പോലെ ആവും. എന്തുകൊണ്ടാ? ഫിസിക്കലി അല്ല, മെൻ്റലി. കാരണം നമ്മൾ വലിയ വ്യക്തിയാ. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നു. നമുക്ക് നന്ദിയുണ്ട് എല്ലാത്തിനോടും. ഫൊർഗീവ് ചെയ്യാൻ അറിയാം. നമ്മൾ ഫൊർഗീവ് ചെയ്യാൻ കഴിവുള്ള വ്യക്തിയാ. ലോ ഫ്രീക്വൻസി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരാളിനോട് ഫൊർഗീവ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവരുടെ മനസ്സിൽ കണ്ടാമിനേഷൻസ് ആണ്. ആ കണ്ടാമിനേഷൻസ് ഉള്ളിൽ വെച്ചും കൊണ്ട് ഒരാളിന് മാപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ഈഗോ നമ്മളെ അനുവദിക്കില്ല. സോ അവിടെ ഗ്രാറ്റിറ്റ്യൂഡും ഫൊർഗീവ്നെസ്സും പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ മൈൻഡ് ഓപ്പണപ്പ് ആകും. നമ്മളങ്ങ് വലുതാകും. നമ്മുടെ ചിന്തകൾ വലുതാകും. ചിന്തകൾക്ക് ഗാംഭീര്യമുണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ ലൈഫിന് പർപ്പസ് ഉണ്ടാകും. പർപ്പസ്ഫുള്ളായിട്ട് ജീവിക്കാം. മീനിങ് ഫുള്ളായിട്ട് ജീവിക്കാം. ഓക്കെ, ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യണം ഇതെല്ലാം. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഹാപ്പിനെസ് വാരി വിതറിപ്പോക്കോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ. സാർ സമയം എത്രയായി? അധികരിച്ചോ? ഈ കുറച്ച് ഇൻറ്ററാക്ഷൻ ഇവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ. എന്തെങ്കിലും ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫോൺ നമ്പർ തരട്ടെ. ഒന്ന് ഫോൺ നമ്പർ കൊടുത്തോട്ടെ. 944761704 944761704. അപ്പോൾ മെസ്സേജിനകത്ത് പ്രത്യേകം കാണിച്ചിരിക്കണം നമ്മൾ ഇവിടെ കണ്ടുമുട്ടിയതാണെന്ന്. അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടണം. എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. ഓക്കെ, എനിക്ക് അപ്പോൾ സമയം കിട്ടത്തില്ല. ചിലപ്പോൾ ഞാൻ പിന്നീട് മെസ്സേജ് ഇടുന്നതായിരിക്കും. ഓക്കെ, മാഡത്തിന് എന്തോ സംശയം ചോദിക്കാനുണ്ട്? അടിപൊളിയായിട്ട്. എല്ലാവരും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. വേണമെന്നില്ല. അവരോട് പോയി ക്ഷമ ചോദിക്കണമെന്നില്ല മാഡം. അവരോട് പറയുന്നില്ലല്ലോ. നമ്മൾ അവരോട് പറയുന്നില്ല. നമ്മൾ സന്തോഷമായിട്ട് പിന്നെ ഇടപഴകാൻ പറ്റണം. നമ്മുടെ മനസ്സിൽ ഗ്രഡ്ജ് പോകണം. ആ പക ഉള്ളിൽ നിന്ന് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഐശ്വര്യമുണ്ടാവുള്ളൂ. പോട്ടെ, സാരമില്ല. അവരെന്തോ ആയിക്കോട്ടെ. നമ്മൾ മനസ്സിനെ ക്ലിയർ ആക്കുക. നമുക്കാണ് ജീവിതത്തിൽ ഉയരേണ്ടത്.